ലക്ഷ്യ കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് പഠിക്കാൻ പോകുന്നത്. അതായത് തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള 2023 മുതൽ 2024 വരെ സംഭവിച്ച പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് വസ്തുതകൾ ഒരുമിച്ചാക്കിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ക്ലാസ് വരുന്ന LD ക്ലർക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പായും പ്രയോജനപ്പെടും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇതിലാദ്യം നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ തുടങ്ങാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രമായി മാറുന്നത് അത് കിരീടം പാലമാണ്. കിരീടം പാലം സ്ഥിതി ചെയ്യുന്നത് വെള്ളായണിയിലാണ്. കിരീടം സിനിമയിൽ മോഹൻലാൽ നടന്നു വരുന്ന പാലമുണ്ട്. ആ പാലത്തിന് കിരീടം സിനിമയ്ക്ക് ശേഷം ലഭിച്ച പേരാണ് കിരീടം പാലം. കിരീടം പാലം സ്ഥിതി ചെയ്യുന്നത് വെള്ളായണിയിലാണ്. സംസ്ഥാനത്തെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രമായി മാറുന്നത് കിരീടം പാലമാണ്. രണ്ടാമത്തെ ചോദ്യം, വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് അത് ശംഖുമുഖത്താണ്. വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ ടൂറിസം ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെന്റർ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശംഖുമുഖത്താണ്. സംസ്ഥാന ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ്. മുഹമ്മദ് റിയാസ് ബേപ്പൂർ നിന്നുള്ള MLA ആണ്. ബേപ്പൂർ കോഴിക്കോട് ജില്ലയിലാണ്. അടുത്തത്, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സമുദ്ര മ്യൂസിയം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കടവിലാണ്. സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ ബോർഡിന്റെ സമുദ്ര മ്യൂസിയം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കടവിലാണ്. ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെന്റർ പ്രവർത്തനം തുടങ്ങിയത് ശംഖുമുഖത്താണ്. ആദ്യ സിനിമ ടൂറിസം കേന്ദ്രമായി മാറിയത് കിരീടം പാലമാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ആദ്യ റേഷൻ കട കേരളത്തിൽ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണ്. ശ്രദ്ധിക്കുക, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ആദ്യ റേഷൻ കട നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണ്. സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിലാണ്. സംസ്ഥാന പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ്? GR അനിലാണ്. അടുത്തത്, 2023 ജൂലൈയിൽ കുളച്ചൽ വിജയയോദ്ധാവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട സ്ഥലം അത് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലാണ് കുളച്ചൽ യുദ്ധവിജയ യോദ്ധാവിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. കുളച്ചൽ യുദ്ധം നടന്നത് 1741 മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ വിജയയോദ്ധാവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നത് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലാണ്. 2022 50-ാം വാർഷികം തികഞ്ഞ കേരളത്തിലെ ലൈറ്റ് ഹൗസ് ആണ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. 2022 50-ാം വാർഷികം തികഞ്ഞ കേരളത്തിലെ ലൈറ്റ് ഹൗസ് ഏതാണ്? അത് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ആണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ആദ്യ റേഷൻ കട പ്രവർത്തനം ആരംഭിച്ചത് വിഴിഞ്ഞത്താണ്. അതുപോലെ 50 വർഷം തികഞ്ഞ കേരളത്തിലെ ലൈറ്റ് ഹൗസ് ആണ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ പോയാൽ അവിടെ കുളച്ചൽ വിജയ യോദ്ധാവിന്റെ പ്രതിമ നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തത്, ഇന്ത്യയിലെ പ്രഥമ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവര ശേഖരണ ബ്ലോക്ക് പഞ്ചായത്താണ് ചിറയൻകീഴ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രഥമ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവര ശേഖരണ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ ഭൗമ വിവര ശേഖരങ്ങളും ഡിജിറ്റൽ ആക്കപ്പെട്ട ആദ്യ ബ്ലോക്ക് പഞ്ചായത്താണ് ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ചോദ്യം ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ പ്രഥമ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവര ശേഖരണ ബ്ലോക്ക് പഞ്ചായത്താണ് ചിറയൻകീഴ്. കേരളത്തിലെ ആദ്യത്തെ ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്ത് ഇന്റഗ്രേഷൻ ഓഫ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്താണ് കാട്ടാക്കട പഞ്ചായത്ത്. ഭിന്നശേഷി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സജ്ജമാക്കിയ കേരളത്തിലെ ആദ്യ ഓഡിയോ വിഷ്വൽ സ്റ്റുഡിയോ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ആക്കുളത്ത് നിഷിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന നിഷിലാണ് ഭിന്നശേഷി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സജ്ജമാക്കിയ കേരളത്തിലെ ആദ്യ ഓഡിയോ വിഷ്വൽ സ്റ്റുഡിയോ നിലവിൽ വന്നത്.
അതുപോലെ കേരളത്തിൽ ആദ്യമായി പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ച നിയോജക മണ്ഡലമാണ് കാട്ടാക്കട. കേരളത്തിൽ ആദ്യമായി പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ച നിയോജക മണ്ഡലം ഏതാണ്? അത് കാട്ടാക്കടയാണ്. മറക്കരുത്, കാട്ടാക്കട. കാട്ടാക്കടയ്ക്ക് 2 പോയിന്റ് വന്നു. ഒന്ന് IOT പഞ്ചായത്ത് കാട്ടാക്കടയാണ്, അതുപോലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ച നിയോജക മണ്ഡലവും കാട്ടാക്കടയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ ലിവിംഗ് മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്നിലാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ ലിവിംഗ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്നിലാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി പച്ചത്തുരുത്ത് നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പോലീസ് സ്റ്റേഷനാണ്. നേരത്തെ നമ്മൾ പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് പഠിക്കുകയുണ്ടായി. ഇത് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് കല്ലറ പാങ്ങോടാണ്. പാങ്ങോട് പോലീസ് സ്റ്റേഷൻ. കേരളത്തിൽ ആദ്യമായി പച്ചത്തുരുത്ത് നിർമ്മിച്ച പോലീസ് സ്റ്റേഷനാണ് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ. പാങ്ങോട് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്താണ്. അതുപോലെ കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കരവാരം പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കരവാരം ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ്. ശ്രദ്ധിക്കുക, പ്രഥമ ഡിജിറ്റൽ സമഗ്ര ഭൗമവിവര ശേഖരണ ബ്ലോക്ക് പഞ്ചായത്ത് ചിറയൻകീഴാണ്. IOT പഞ്ചായത്ത് കാട്ടാക്കടയാണ്, അതായത് ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്ത് കാട്ടാക്കടയാണ്. അതുപോലെ ഓഡിയോ വിഷ്വൽ സ്റ്റുഡിയോ ഭിന്നശേഷിക്കാർക്കായി നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ എല്ലാ പഞ്ചായത്തിലും സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ്. കാട്ടാക്കട നിയോജക മണ്ഡലത്തിലാണ്. കാട്ടാക്കട MLA IB സതീഷാണ്. അടുത്ത് കേരള ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ ലിവിംഗ് മ്യൂസിയം പ്രവർത്തനം ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്നിലാണ്. അതുപോലെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരമാണ്. പച്ചത്തുരുത്ത് നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പോലീസ് സ്റ്റേഷനാണ്. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കരവാരം ഗ്രാമപഞ്ചായത്താണ്. അതുപോലെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ്. അടുത്ത് കേരളത്തിലെ ആദ്യ ജില്ലാ മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ ജില്ലാ മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ ജില്ലാ മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ കടകംപള്ളിയിലാണ്. കേരളത്തിലെ ആദ്യ ജില്ലാ മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കടകംപള്ളിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ക്ലബ്ബ് നിലവിൽ വന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭവന പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വാഴമുട്ടത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭവന പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വാഴമുട്ടത്താണ്. വാഴമുട്ടം. സംസ്ഥാനത്തെ ആദ്യ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്ത ജില്ലയും തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ആദ്യത്തെ സ്മാർട്ട് അംഗനവാടികൾ പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പ് ആദ്യമായി സ്മാർട്ട് അംഗൻവാടി സ്ഥാപിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പും ആരോഗ്യ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് ആണ്. കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച സ്മാർട്ട് അംഗനവാടി പൂജപ്പുരയിലാണ്. പൂജപ്പുര തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചതും തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ താളിയോല മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചതും തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടയ്ക്കകത്താണ്. കോട്ടയ്ക്കകം. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടയ്ക്കകത്താണ് കേരളത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. ആശാൻ കാവ്യശില്പം സ്ഥിതി ചെയ്യുന്നത്, ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് തോന്നയ്ക്കൽ. തോന്നയ്ക്കൽ സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്. ശില്പി കാനായി കുഞ്ഞിരാമനാണ്. കുമാരനാശാൻ കാവ്യശില്പം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പ്രഥമ കേരള ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ലയും തിരുവനന്തപുരം തന്നെയാണ്. പ്രഥമ കേരള ഒളിമ്പിക്സ് സംഘടിപ്പിച്ചതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. പ്രഥമ കേരള
ഒളിമ്പിക്സിന് വേദിയായത് തിരുവനന്തപുരം ജില്ലയാണ്. വിജയിയും തിരുവനന്തപുരം ജില്ല തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ്. അരിപ്പ. കേരളത്തിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് 4-വരിപ്പാത ഹൈവേ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയുടെ നീളം 2.7 കിലോമീറ്റർ ആണ്. കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയുടെ നീളം 2.7 കിലോമീറ്റർ ആണ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ നിലവിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ 4-വരിപ്പാത ഹൈവേ സ്ഥിതി ചെയ്യുന്നത് കഴക്കൂട്ടത്താണ്. 2.7 കിലോമീറ്റർ. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ പാർക്ക് നിലവിൽ വരുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിലുള്ള ഡിജിറ്റൽ പാർക്ക് നിലവിൽ വരുന്നതും തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറത്താണ് പാർക്ക് നിലവിൽ വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറത്താണ് പാർക്ക് നിലവിൽ വരുന്നത്. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് KSRTC ബസ്സുകൾ സർവീസുകൾ ആരംഭിച്ച ജില്ലയും തിരുവനന്തപുരം തന്നെയാണ്. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് KSRTC ബസ്സുകൾ സർവീസ് ആരംഭിച്ച ജില്ല തിരുവനന്തപുരമാണ്. അതുപോലെ കേരള സർക്കാരിൻ്റെ 2022-23 ബഡ്ജറ്റ് പ്രകാരം സംസ്ഥാനത്ത് മെഡിക്കൽ ടെക്നോളജി ഇന്നൊവേഷൻ പാർക്ക് നിലവിൽ വരുന്ന ജില്ല, മെഡിക്കൽ ടെക്നോളജി ഇന്നൊവേഷൻ പാർക്ക് നിലവിൽ വരുന്ന ജില്ലയും തിരുവനന്തപുരം തന്നെയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇടവ പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇടവ പഞ്ചായത്താണ്. KSRTC ഡിപ്പോയിൽ നിന്നുള്ള ലോ ഫ്ലോർ ബസ് ക്ലാസ് മുറിയാക്കിയ, KSRTCയിലെ ലോ ഫ്ലോർ ബസ് ക്ലാസ് മുറിയാക്കി മാറ്റിയ സംസ്ഥാനത്തെ ആദ്യ സ്കൂളാണ് മണക്കാട് ഗവൺമെന്റ് LP സ്കൂൾ, തിരുവനന്തപുരം. അതായത് KSRTC ലോ ഫ്ലോർ ബസ് ക്ലാസ് മുറിയാക്കി മാറ്റിയ സംസ്ഥാനത്തെ ആദ്യ സ്കൂളാണ് മണക്കാട് LP സ്കൂൾ, സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇതിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നോക്കൂ, ALS അപ്രോച്ച് ലൈറ്റിംഗ് സിസ്റ്റം, അതായത് ഏത് കാലാവസ്ഥയിലും വിമാനങ്ങൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുവാൻ സാധിക്കുന്ന സംവിധാനമാണ് അപ്രോച്ച് ലൈറ്റിംഗ് സിസ്റ്റം. ഈ സംവിധാനം സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഏത് കാലാവസ്ഥയിലും വിമാനങ്ങൾ ലാൻഡ് ചെയ്യുവാൻ സാധിക്കുന്ന അപ്രോച്ച് ലൈറ്റിംഗ് സിസ്റ്റം സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യത്തെ ബാലാവകാശ ക്ലബ്ബ് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിതുര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. സംസ്ഥാനത്തെ ആദ്യ ബാലാവകാശ ക്ലബ്ബ് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിതുര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തിക്കുന്ന പദ്ധതിയാണ് സിറ്റി ഗ്യാസ് പദ്ധതി. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സിറ്റി ഗ്യാസ് പദ്ധതി. കേരളത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ നിർമ്മാണ കേന്ദ്രമാണ് തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്ക്. കേരളത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ നിർമ്മാണ കേന്ദ്രമാണ് തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്ക്. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ വാക്സിൻ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്ന കമ്പനിയാണ് ഭാരത് ബയോടെക്. തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ വാക്സിൻ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്ന കമ്പനിയുടെ പേരെന്താണ്? ഭാരത് ബയോടെക് എന്നാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായതും തോന്നയ്ക്കലിൽ തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായതും തോന്നയ്ക്കൽ തന്നെയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്കും തോന്നയ്ക്കൽ തന്നെയാണ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ നിർമ്മാണ കേന്ദ്രമാകുന്നത് തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കാണ്. തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിലാണ്. തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ വാക്സിൻ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്ന കമ്പനിയുടെ പേരാണ് ഭാരത് ബയോടെക്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് തോന്നയ്ക്കലിലാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ആദ്യ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് ആരംഭിച്ചതും തോന്നയ്ക്കലിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? തോന്നയ്ക്കലിലാണ്. അടുത്തത്, കേരളത്തിൽ ആദ്യമായി KSRTCയുടെ ഓപ്പൺ റൂഫ് ഡബിൾ ഡെക്കർ സർവീസ് ആരംഭിച്ചതും തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ
KSRTCയുടെ ഓപ്പൺ റൂഫ് ഡബിൾ ഡെക്കർ സർവീസ് ആരംഭിച്ച ജില്ലയാണ് തിരുവനന്തപുരം. 2022 കേന്ദ്ര മൃഗശാല അതോറിറ്റി ലയൺസ് സഫാരി പാർക്ക് എന്ന അംഗീകാരം റദ്ദാക്കിയ കേരളത്തിലെ ലയൺസ് സഫാരി പാർക്കാണ് നെയ്യാർ ലയൺസ് സഫാരി പാർക്ക്. 2022 കേന്ദ്ര മൃഗശാല അതോറിറ്റി ലയൺസ് സഫാരി പാർക്ക് എന്ന അംഗീകാരം റദ്ദാക്കിയ കേരളത്തിലെ ഏക ലയൺസ് സഫാരി പാർക്ക് ഏതാണ്? നെയ്യാറാണ്. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി ഓട്ടോ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ലയും തിരുവനന്തപുരമാണ്. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി ഓട്ടോ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ലയും തിരുവനന്തപുരം ജില്ല തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം. ദ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ടെക്നോളജി എന്നാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പേര്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറത്താണ്. 2022 തിരുവനന്തപുരം ജില്ലയെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ജലധാര. 2022 തിരുവനന്തപുരം ജില്ലയെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ജലധാര. 2022 CV രാമൻ പിള്ളയുടെ ചരമശതാബ്ദിയോടനുബന്ധിച്ച് പ്രതിമ സ്ഥാപിച്ച സ്ഥലം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ്. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിലാണ് CV രാമൻ പിള്ളയുടെ ചരമശതാബ്ദിയോടനുബന്ധിച്ചുള്ള പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ കേരളത്തെ ആദ്യത്തെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആഴാക്കുളത്താണ്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആഴാക്കുളത്താണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസിൻ്റെ പേരാണ് കേരള സവാരി. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസിൻ്റെ പേരാണ് കേരള സവാരി. കേരള സവാരി പ്രവർത്തനം ആരംഭിച്ച ജില്ല തിരുവനന്തപുരമാണ്. കേരള സവാരി പ്രവർത്തനം ആരംഭിച്ച ജില്ല ഏതാണ്? തിരുവനന്തപുരം. 2024 കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദിയും തോന്നയ്ക്കലിലെ ലൈഫ് സയൻസ് പാർക്ക് തന്നെയാണ്. 2024 കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കാണ്. വിനോദസഞ്ചാര വകുപ്പിൻ്റെ കീഴിൽ സംസ്ഥാനത്ത് ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്താണ്. വിനോദസഞ്ചാര വകുപ്പിൻ്റെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്താണ്. അതുപോലെ ശ്രദ്ധിക്കുക, വിനോദസഞ്ചാര അതുപോലെ ജലവിഭവ മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന പദ്ധതിക്ക് വേണ്ടി പുനരുജ്ജീവിപ്പിക്കപ്പെട്ട പ്രധാന ജലാശയമാണ് ആക്കുളം ജലാശയം. വിനോദസഞ്ചാര ജലവിഭവ മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന പദ്ധതികൾക്ക് വേണ്ടി പുനരുജ്ജീവിപ്പിക്കപ്പെട്ട പ്രധാന ജലാശയമാണ് ആക്കുളം ജലാശയം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികർക്കായി യുദ്ധസ്മാരകം നിലവിൽ വന്നതും ആക്കുളത്ത് തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ ആക്കുളത്തുള്ള ചെറുവയൽ എന്ന പ്രദേശത്താണ് യുദ്ധസ്മാരകം നിലവിൽ വന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികർക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്തുള്ള ചെറുവയൽ എന്ന പ്രദേശത്താണ്. അതുപോലെ ഇന്ത്യൻ വ്യോമസേനയുടെ സാങ്കേതിക സഹായത്തോടെ കേരള ടൂറിസം വകുപ്പ് മ്യൂസിയം നിർമ്മിച്ച സ്ഥലവും ആക്കുളം തന്നെയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ സാങ്കേതിക സഹായത്തോടെ കേരള ടൂറിസം വകുപ്പ് മ്യൂസിയം നിർമ്മിച്ച സ്ഥലവും തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം തന്നെയാണ്. കേരളത്തിലെ ആദ്യ NCC നേവൽ ട്രെയിനിങ് സെൻറ്റർ നിലവിൽ വരുന്ന സ്ഥലവും ആക്കുളമാണ്. കേരളത്തിലെ ആദ്യ NCC നേവൽ ട്രെയിനിങ് സെൻറ്റർ നിലവിൽ വരുന്നതും തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മികച്ച ജില്ലയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ജില്ലയാണ് തിരുവനന്തപുരം. ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മികച്ച ജില്ലയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ജില്ലയാണ് തിരുവനന്തപുരം. 2024 ജനുവരിയിൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം കനകക്കുന്നിൽ പ്രദർശിപ്പിച്ച ഇൻസ്റ്റലേഷൻ്റെ പേരാണ് മ്യൂസിയം ഓഫ് ദ മൂൺ. 2024 ജനുവരിയിൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം കനകക്കുന്നിൽ പ്രദർശിപ്പിച്ച ഇൻസ്റ്റലേഷൻ്റെ പേരാണ് മ്യൂസിയം ഓഫ് ദ മൂൺ.
മ്യൂസിയം ഓഫ് ദ മൂൺ ഇൻസ്റ്റലേഷൻ എന്ന പ്രദർശനം ഇന്ത്യയിൽ സംഘടിപ്പിച്ച ബ്രിട്ടീഷ് കലാകാരനാണ് ലുക് ജറാം. മ്യൂസിയം ഓഫ് ദി ഇൻസ്റ്റലേഷൻ എന്ന പ്രദർശനം ഇന്ത്യയിൽ സംഘടിപ്പിച്ച ബ്രിട്ടീഷ് കലാകാരൻ ആരാണ്? ലുക് ജറാം. തിരുവനന്തപുരത്തെ 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യ കെട്ടിടമാണ് അമേസ് 28. അമേസ് 28നെ കുറിച്ച് വിശദമായ വീഡിയോ മുൻ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മളിവിടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് പരിശീലിക്കുന്നത്. തിരുവനന്തപുരത്ത് 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമാണ് അമേസ് 28. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് 2023 ഒക്ടോബർ 15 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയെക്കുറിച്ച്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2023 ഒക്ടോബർ മാസം 15-നാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനിയാണ് അദാനി പോർട്സ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അത് 2015 ഡിസംബർ മാസം 5-ാം തീയതിയാണ്. അത് 2015 ഡിസംബർ 5-നാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔദ്യോഗിക നാമം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്നാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔദ്യോഗിക നാമം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്നാണ്. ഇന്ത്യയിലെ ആദ്യ മദർഷിപ്പ് പോർട്ട് എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞം തുറമുഖത്തെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ട് എന്നറിയപ്പെടുന്നതും വിഴിഞ്ഞം തുറമുഖത്തെയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് വിഴിഞ്ഞം. അതായത് അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖവും വിഴിഞ്ഞം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം വിഴിഞ്ഞം തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണ്. അതായത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലാണ് ഷെൻഹുവ 15. ഇതൊരു ചൈനീസ് കപ്പലാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലാണ് ഷെൻഹുവ 15. ഇത് ഒരു ചൈനീസ് കപ്പലാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കപ്പലാണ് ഷെൻഹുവ 29. അതും ഒരു ചൈനീസ് കപ്പൽ തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കപ്പലാണ് ഷെൻഹുവ 29. അതും ഒരു ചൈനീസ് കപ്പൽ തന്നെയാണ്. അടുത്ത വിഴിഞ്ഞം തുറമുഖ കരാറിലെ അഴിമതി അന്വേഷിക്കാനായി സ്ഥാപിതമായ 3-അംഗ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. വിഴിഞ്ഞം തുറമുഖ കരാറിലെ അഴിമതി അന്വേഷിക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായ 3-അംഗ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ S അയ്യറാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ S അയ്യർ. നെതർലാൻഡ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തിലെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച നഗരമാണ് തിരുവനന്തപുരം. നെതർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൺസൾട്ടിംഗ് കമ്പനിയായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തിലെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ നഗരമാണ് തിരുവനന്തപുരം. അതുപോലെ കരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന വസ്തുത കൂടി ഓർത്തു വച്ചേക്കുക. അടുത്തതായി നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട വസ്തുതകളെക്കുറിച്ച് നോക്കുവാനാണ്. ഇതിലാദ്യം രാജ്യത്തെ, അതായത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം. ഒന്നാമത്തെ പോയിന്റാണ്, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം. 2, അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദ സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ് കൊല്ലം ജില്ല സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി മാറിയത്. കൊല്ലം ജില്ലയെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ക്യാമ്പയിൻ്റെ പേരാണ് ദ സിറ്റിസൺ. അടുത്തത്, ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്, ഇന്ത്യയിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്, അത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയാണ്.
സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ. അതുപോലെ ആദ്യ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി ആരംഭിച്ചത്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിലാണ്. ആദ്യ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യ വനം മ്യൂസിയം നിലവിൽ വന്നത് അത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വനം മ്യൂസിയം നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലാണ്. അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ വനം വകുപ്പ് മന്ത്രിയായ AK ശശീന്ദ്രനാണ്. അത് ഉദ്ഘാടനം ചെയ്തത് വനം വകുപ്പ് മന്ത്രിയായ AK ശശീന്ദ്രനാണ്. കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം കൊല്ലം ജില്ലയിലെ കലങ്ങുമുകളാണ്. കലങ്ങുമുകൾ വാർഡ് സ്ഥിതി ചെയ്യുന്നത് പുനലൂരാണ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലം ജില്ലയിലെ പുനലൂരിലുള്ള കലങ്ങുമുകൾ വാർഡാണ്. നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികളെ പാർപ്പിക്കുവാൻ സംസ്ഥാനത്ത് തടങ്കൽ കേന്ദ്രങ്ങൾ, അതായത് ട്രാൻസിറ്റ് ഹോം ആരംഭിക്കുന്ന ജില്ലയാണ് കൊല്ലം. നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികളെ പാർപ്പിക്കുവാൻ സംസ്ഥാനത്ത് തടങ്കൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന ജില്ലയാണ് കൊല്ലം. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം 2021 ആത്മഹത്യാ നിരക്ക് കൂടിയ കേരളത്തിലെ ജില്ലയാണ് കൊല്ലം. ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം 2021 ആത്മഹത്യാ നിരക്ക് കൂടിയ ജില്ലയാണ് കൊല്ലം. അതുപോലെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ലയാണ് കൊല്ലം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ലയാണ് കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ലയും കൊല്ലം തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് കൊല്ലം ജില്ലയിലാണ്. അതുപോലെ സംസ്ഥാനത്തിലെ ആദ്യ പുസ്തക ഗ്രാമം, കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം കൊല്ലം ജില്ലയിലെ പെരുങ്കുളമാണ്. സംസ്ഥാനത്തിലെ ആദ്യ പുസ്തക ഗ്രാമം കൊല്ലം ജില്ലയിലെ പെരുങ്കുളമാണെന്ന വസ്തുത കൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം കൊല്ലം ജില്ലയിലെ പെരുങ്കുളമാണ്. അതുപോലെ ഇട്ടി അച്യുതൻ, നമുക്കറിയാം കേരളത്തിലെ സസ്യജാലങ്ങളെ കുറിച്ചുള്ള ആധികാരികമായ ഒരു രചനയാണ് ഡച്ചുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതന്റെ പേരിൽ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായതും കൊല്ലം ജില്ലയിലാണ്. ഇട്ടി അച്യുതന്റെ പേരിൽ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായതും കൊല്ലം ജില്ലയിലാണ്. ഇത്രയും വസ്തുതകൾ നമ്മൾ കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട് ഓർത്തു വച്ചേക്കുക. അടുത്തതായി പത്തനംതിട്ട ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിന്റെ കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിലെ അയിരൂറാണ്. കേരളത്തിലെ കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ എന്ന സ്ഥലമാണ്. അതുപോലെ കഥകളി പഠനത്തിന്റെ ഭാഗമാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത് എന്നതാണ് ചോദ്യമെങ്കിലും ഉത്തരം അയിരൂർ തന്നെയാണ്. കഥകളി പഠനത്തിന്റെ ഭാഗമാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് അയിരൂർ. അടുത്ത പോയിന്റ്, കന്നുകാലികൾക്ക് നൂതന തിരിച്ചറിയൽ മാർഗമായ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ അഥവാ RFI മൈക്രോചിപ്പ് പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയ സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ. ശ്രദ്ധിക്കുക, RFI അതായത് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ എന്ന സംവിധാനം എന്തിനാണ്? കന്നുകാലികളെ തിരിച്ചറിയുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ മൈക്രോചിപ്പ് പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയത് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിലാണ്. കന്നുകാലികളെ തിരിച്ചറിയുന്നതിന് വേണ്ടി റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ മൈക്രോചിപ്പ് പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ. അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് നിലവിൽ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് നിലവിൽ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് പത്തനംതിട്ട ജില്ലയിലെ റാന്നി. കേരളത്തിൽ സഹകരണ മേഖലയിൽ ആരംഭിച്ച ആദ്യ സീ ഫുഡ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യത്തെ സഹകരണ മേഖലയിലെ സീ ഫുഡ് ഹോട്ടൽ സ്ഥാപിതമായത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്താണ് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ. ആദ്യ
സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം ജില്ലയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതെന്നല്ല നമ്മൾ നോക്കിയത്, ഗ്രാമപഞ്ചായത്താണ് നോക്കിയത്. പഞ്ചായത്ത് ഏതാണ്? കൊടുമണാണ്. പഞ്ചായത്ത് കൊടുമൺ. അടുത്ത പോയിന്റോട് ശ്രദ്ധിക്കുക. പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്കായി ആരംഭിച്ച സുബല ടൂറിസം പദ്ധതി, അതിൻ്റെ ഭാഗമായുള്ള സുബല പാർക്ക് നിലവിൽ വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്ക് വേണ്ടി സുബല പാർക്ക് നിലവിൽ വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അതുപോലെ തന്നെ ജൈവ വൈവിധ്യ പൈതൃക പദവി ലഭിച്ച തുടിയുരുളിപ്പാറക്കുന്ന്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജൈവ വൈവിധ്യ പൈതൃക പദവി ലഭിച്ച തുടിയുരുളിപ്പാറക്കുന്ന് സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടിയുരുളിപ്പാറക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം പത്തനംതിട്ട ജില്ലയാണ്. തുടിയുരുളിപ്പാറക്കുന്ന് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. അടുത്തായി നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം കേന്ദ്രമായി മാറുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയാണ്. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം കേന്ദ്രമായി മാറുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയാണ്. അതുപോലെ പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം നിലവിൽ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ്. പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? മാവേലിക്കരയിലാണ്. പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം നിലവിൽ വരുന്നത് മാവേലിക്കരയിലാണ്. ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? അത് ആലപ്പുഴയാണ്. കേരളത്തിലെ 5ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ലയായി പ്രഖ്യാപിച്ചത് ആലപ്പുഴയാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ല. കേരളത്തിലെ 5ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ലയായി പ്രഖ്യാപിച്ചത് ആലപ്പുഴ ജില്ലയാണ്. ശ്രദ്ധിക്കുക, അടുത്ത പോയിന്റ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലയിലെ സമ്പൂർണ്ണ പക്ഷി ഭൂപടം തയ്യാറാക്കിയത് ആലപ്പുഴ ജില്ലയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലയിലെ സമ്പൂർണ്ണ പക്ഷി ഭൂപടം തയ്യാറാക്കിയത് ആലപ്പുഴ ജില്ലയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലയിലെ സമ്പൂർണ്ണ പക്ഷി ഭൂപടം തയ്യാറാക്കിയ ജില്ല ഏതാണ്? അത് ആലപ്പുഴ ജില്ലയാണ്. അതുപോലെ കേരളത്തിലെ 2ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്നത് അത് ആലപ്പുഴ ബീച്ചിലാണ്. 1ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായ ബേപ്പൂരാണ്. കേരളത്തിലെ 2ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ആലപ്പുഴ കടപ്പുറത്താണ്. ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രമാണ് ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം. MS സ്വാമിനാഥന്റെ പൂർണ്ണരൂപം തന്നെ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ്. MS സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രമാണ് ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ്. ഇന്ത്യയിലെ ആദ്യ ബീച്ച് എലിവേറ്റഡ് ഹൈവേ ആണ് ആലപ്പുഴ ബൈപ്പാസ്. ഇന്ത്യയുടെ ആദ്യ ബീച്ച് എലിവേറ്റഡ് ഹൈവേ ഏതാണ്? അത് ആലപ്പുഴ ബൈപ്പാസ് ആണ്. ജൈവ വൈവിധ്യ രജിസ്റ്റർ 2ാം ഘട്ടം പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ആലപ്പുഴ. ജൈവ വൈവിധ്യ രജിസ്റ്റർ 2ാം ഘട്ടം പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയും ആലപ്പുഴയാണ്. അതുപോലെ നാഷണൽ ജിയോഗ്രഫിക് പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ 19 ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. ഇന്ത്യയിൽ നിന്നും റൊമാൻറ്റിക് ടൂറിസം പട്ടികയിൽ ഉൾപ്പെട്ടത് ആലപ്പുഴ ജില്ല മാത്രമാണ്. പടിഞ്ഞാറൻ യൂറോപ്പിലെ മൊസേലി റിവർ വില്ലേജ് ആണ് പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചത് അത് കായംകുളം താപനിലയത്തിലാണ്. രാജ്യത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചത് കായംകുളം താപനിലയത്തിലാണ്. അടുത്ത് നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ കളക്ടറേറ്റ് ആണ് കോട്ടയം കളക്ടറേറ്റ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ കളക്ടറേറ്റ് ആണ് കോട്ടയം കളക്ടറേറ്റ്. അതുപോലെ പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാം യോജന പ്രകാരം PT ഉഷ MP ദത്തെടുത്ത ആദ്യ പഞ്ചായത്താണ് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട്. ശ്രദ്ധിക്കുക, പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാം യോജന പ്രകാരം PT ഉഷ MP ദത്തെടുത്ത കേരളത്തിലെ പഞ്ചായത്താണ് പള്ളിക്കത്തോട്. പള്ളിക്കത്തോട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. അതുപോലെ തന്നെ G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ പ്രദേശമാണ് കോട്ടയം ജില്ലയിലെ കുമരകം.
G20യുമായി ബന്ധപ്പെട്ട് മറ്റു പല മീറ്റിങ്ങുകളും നടന്നിട്ടുണ്ടെങ്കിലും ഷെർപ്പ സമ്മേളനത്തിന് വേദിയായത് കോട്ടയം ജില്ലയിലെ കുമരകമാണെന്നുള്ള വസ്തുത കൃത്യമായി തന്നെ ഓർത്തു വച്ചേക്കുക. അതുപോലെ KSEBയുടെ കേരളത്തിലെ ആദ്യ ഗ്ലാസ് ഇൻസുലേറ്റഡ് 400 kV സബ്സ്റ്റേഷൻ നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടാണ്. KSEBയുടെ കേരളത്തിലെ ആദ്യ ഗ്ലാസ് ഇൻസുലേറ്റഡ് 400 kV സബ്സ്റ്റേഷൻ നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടാണ്. അടുത്തത് സംസ്ഥാന ഉത്തരവാദിത്വ ടൂറിസം മിഷന്റെ നേതൃത്വത്തിലുള്ള ആഗോള ഉത്തരവാദിത്വ ഉച്ചകോടിക്ക് വേദിയായത് കുമരകമാണ്. സംസ്ഥാന ഉത്തരവാദിത്വ ടൂറിസം മിഷന്റെ നേതൃത്വത്തിലുള്ള ആഗോള ഉത്തരവാദിത്വ ഉച്ചകോടിക്ക് വേദിയായത് കോട്ടയം ജില്ലയിലെ കുമരകമാണ്. അതിദരിദ്രർക്കായി സൂക്ഷ്മ പദ്ധതികൾ രൂപീകരിച്ച സംസ്ഥാനത്തിലെ ആദ്യ ജില്ലയാണ് കോട്ടയം. ശ്രദ്ധിക്കുക, അതിദരിദ്രർക്കായി സൂക്ഷ്മ പദ്ധതികൾ രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യ ജില്ലയാണ് കോട്ടയം. അതുപോലെ കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയും കോട്ടയമാണ്. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാണ് കോട്ടയം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? അത് തൃശ്ശൂരാണ്. ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പുതിയ പേരാണ് കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ്. കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന്റെ പുതിയ പേരാണ് കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ്. കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ വെള്ളൂരാണ്. കോട്ടയം ജില്ലയിലെ വെള്ളൂർ. ശ്രദ്ധിക്കുക, ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വർഷങ്ങളായി അടഞ്ഞു കിടക്കുകയായിരുന്നു. അതിനെ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ പുനരുജ്ജീവിപ്പിക്കുകയും അതിന്റെ പേര് മാറ്റുകയും ചെയ്തു. അതിന്റെ പേരാണ് കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ്. കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലെ വെള്ളൂരാണ്. അതുപോലെ 2021 കേരള സർക്കാർ ഏറ്റെടുത്ത കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം എന്ന് ചോദിച്ചാൽ അത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് ആണ്. 2021 കേരള സർക്കാർ ഏറ്റെടുത്ത പൊതുമേഖലാ സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് പ്രവർത്തനം അവസാനിപ്പിച്ചത് 2019 ജനുവരി മാസം 1-ാം തീയതിയായിരുന്നു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത് 2019 ജനുവരി 1-നായിരുന്നു. കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഈ സ്ഥാപനം വീണ്ടും ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2022 മെയ് മാസം 19-ാം തീയതിയായിരുന്നു. ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെള്ളൂർ കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപാദനം ആരംഭിച്ചത് 2022 നവംബർ മാസം 1-ാം തീയതി മുതലാണ്. കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപാദനം ആരംഭിച്ചത് 2022 നവംബർ 1-നാണ്. 2022 ജനുവരി മാസം 1-ാം തീയതി മുതൽ തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപാദനം ആരംഭിച്ചത് 2022 നവംബർ മാസം 1-ാം തീയതിയാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം സ്ഥാപിതമാകുന്ന നഗരമാണ് കോട്ടയം. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം സ്ഥാപിതമാകുന്ന നഗരമാണ് കോട്ടയം. അതുപോലെ കേരള ബാംബു കോർപ്പറേഷന് കീഴിൽ ബാംബു ബാസാർ നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലാണ്. കേരള ബാംബു കോർപ്പറേഷന് കീഴിൽ ബാംബു ബാസാർ നിലവിൽ വരുന്നതും കോട്ടയം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ലയാണ് കോട്ടയം. അന്തരിച്ച ഏത് മുൻ കേരള മന്ത്രിയുടെ പേരിലാണ് പാലായിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രി പുനർനാമകരണം ചെയ്തെന്ന് ചോദിച്ചാൽ ഉത്തരം പാലായല്ലേ, അത് KM മാണിയാണ്. KM മാണിയുടെ പേരിൽ. കേരള ടൂറിസം വകുപ്പിന്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് കോട്ടയം ജില്ലയിലാണ്. അതായത് കോട്ടയം ജില്ലയിലെ മറവൻ തുരുത്തിലാണ് ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത്. കോട്ടയം ജില്ലയിലെ മറവൻ തുരുത്തിലാണ് ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ടൂറിസം വകുപ്പ് ആരംഭിച്ചത്. അടുത്തതായി നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ്. ഇടുക്കി ജില്ലയിൽ നിന്നും ഓൾറെഡി ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, ഇനിയും വേണമെങ്കിൽ ചോദിക്കാം. അതായത് കേരളത്തിലെ നിലവിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ നിലവിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. മുന്നേ അത് പാലക്കാടായിരുന്നു, ഇപ്പോൾ ഇടുക്കിയാണ്. എങ്ങനെയാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായത് എന്ന് നോക്കുകയാണെങ്കിൽ, ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി എന്ന ആദിവാസി പഞ്ചായത്തിൻ്റെയും റവന്യൂ രേഖകളിൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിൻ്റെയും ഭാഗമായിരുന്ന 12,718.5095 ഹെക്ടർ ഭൂമി ഭരണ സൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടുകൂടിയാണ് ഇടുക്കി വീണ്ടും 1-ാമത്തെ ജില്ലയായി മാറിയത്. ശ്രദ്ധിക്കുക, ഇടുക്കി ജില്ലയിലെ
ഇടമലക്കുടി ആദിവാസി പഞ്ചായത്തിൻ്റെയും റവന്യൂ രേഖകളിൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിൻ്റെയും ഭാഗമായിരുന്ന 12,718.5095 ഹെക്ടർ ഭരണ സൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറിയത്. നിലവിൽ വലിപ്പത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അതുപോലെ ഇടുക്കി ജില്ലയുടെ ആകെ വിസ്തീർണം ഇപ്പോൾ 4,612 ചതുരശ്ര കിലോമീറ്ററാണ്. പാലക്കാടിൻ്റേത് 4,482 ചതുരശ്ര കിലോമീറ്ററാണ്. ഇടുക്കി ജില്ലയുടെ ഇപ്പോഴത്തെ വിസ്തീർണം 4,612 ചതുരശ്ര കിലോമീറ്ററാണ്. പാലക്കാട് ജില്ലയുടെ വിസ്തീർണം 4,482 ചതുരശ്ര കിലോമീറ്ററാണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനം ഇപ്പോൾ പാലക്കാടാണ്. 3ാം സ്ഥാനം മലപ്പുറമാണ്. 4ാം സ്ഥാനം തൃശ്ശൂരാണ്. 5ാം സ്ഥാനം എറണാകുളമാണ്. നിലവിൽ കേരളത്തിൽ വലിപ്പത്തിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഇടുക്കിയാണ്. 2ാം സ്ഥാനം പാലക്കാടാണ്. 3ാം സ്ഥാനം മലപ്പുറമാണ്. 4ാം സ്ഥാനം തൃശ്ശൂരാണ്. അതുപോലെ 5ാം സ്ഥാനം എറണാകുളം ജില്ലയ്ക്കാണ്. കേരളത്തിൽ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ലയാണ് ഇടുക്കി. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തമായ ക്ലാസ് ഞാൻ മുന്നേ എടുത്തിട്ടുള്ളതാണ്, നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ടത്. അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് തൊടുപുഴയിലാണ്. അതായത് തൊടുപുഴയിലെ തുടങ്ങനാട് എന്ന സ്ഥലത്താണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത്. സംസ്ഥാനത്തെ ആദ്യ പന്നൽ ഉദ്യാനം, അതായത് ഫെർണേറിയ ഉദ്യാനം നിലവിൽ വരുന്നത് ഇടുക്കി ജില്ലയിലെ രാജമലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത് ഇടുക്കി ജില്ലയിലെ രാജമലയിലാണ്. അതുപോലെ ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച കൃത്രിമ ഭ്രൂണത്തിലൂടെ രാജ്യത്താദ്യമായി വെച്ചൂർ പശു പിറന്നത് എവിടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടിയിലാണ്. ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച കൃത്രിമ ഭ്രൂണത്തിലൂടെ രാജ്യത്തെ ആദ്യത്തെ വെച്ചൂർ പശു പിറന്നത് ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടിയിലാണ്. കേരളത്തിലെ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഇടുക്കിയാണ്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് ഇടുക്കി ജില്ലയിലെ തുടങ്ങനാടാണ്. അതുപോലെ സംസ്ഥാനത്തിലെ ആദ്യ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത് ഇടുക്കി ജില്ലയിലെ രാജമലയിലാണ്. ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച കൃത്രിമ ഭ്രൂണത്തിലൂടെ രാജ്യത്ത് ആദ്യമായി വെച്ചൂർ പശു പിറന്നത് ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടിയിലാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കാരവാൻ പാർക്കായ കാരവാൻ മെഡോസ് പ്രവർത്തനം ആരംഭിച്ചത് ഇടുക്കി ജില്ലയിലെ വാഗമണിലാണ്. കേരളത്തിലെ ആദ്യ കാരവാൻ പാർക്കായ കാരവാൻ മെഡോസ് പ്രവർത്തനം ആരംഭിച്ചത് ഇടുക്കി ജില്ലയിലെ വാഗമണിലാണ്. 2023 വനം മഹോത്സവത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഇടുക്കി ജില്ലയിലെ തേക്കടിയാണ്. 2023 വനം മഹോത്സവത്തിന് തുടക്കം കുറിച്ച സ്ഥലം തേക്കടിയാണ്. വനമഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് KM മുൻഷിയാണ്. 2023 വനം മഹോത്സവത്തിന്റെ പ്രമേയം പങ്കാളിത്ത വനപരിപാലനത്തിന്റെ 25 വർഷം എന്നതാണ്. പങ്കാളിത്ത വനപരിപാലനത്തിന്റെ 25 വർഷം എന്നാണ് 2023 വനം മഹോത്സവത്തിന്റെ പ്രമേയം. 2023 വനം മഹോത്സവം ആരംഭിച്ചത് ഇടുക്കി ജില്ലയിലെ തേക്കടിയിലാണ്. അതുപോലെ കേരളത്തിലെ 3ാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ലക്ഷ്മി ജലവൈദ്യുത പദ്ധതി. ലക്ഷ്മി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ലക്ഷ്മി എന്ന സ്ഥലത്താണ്. ലക്ഷ്മി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ലക്ഷ്മി ആറാണ്. മുതിരമ്പുഴയുടെ പോഷക നദിയാണ് ലക്ഷ്മി ആർ. ലക്ഷ്മി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ലക്ഷ്മി ആറിൽ തന്നെയാണ്. ലക്ഷ്മി ആറ് മുതിരമ്പുഴയുടെ പോഷക നദിയാണ്. മൂലമറ്റം പവർ ഹൗസ് പോലെ ലക്ഷ്മി ജലവൈദ്യുത പദ്ധതിയും ഭൂഗർഭ പവർ ഹൗസ് ആണ്. ഇവിടെ 2 ജനറേറ്ററുകളിലായി 240 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അത് ഇടുക്കി പദ്ധതിയാണ്. 2ാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ്. ശബരിഗിരി പത്തനംതിട്ട ജില്ലയിലാണ്. 2ാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി പദ്ധതിയാണ്. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ 3ാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ലക്ഷ്മി പദ്ധതി. ലക്ഷ്മി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ലക്ഷ്മി എന്ന സ്ഥലത്താണ്. ലക്ഷ്മി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ലക്ഷ്മി ആറാണ്. ലക്ഷ്മി ആറ് മുതിരമ്പുഴയുടെ പോഷക നദിയാണ്. മൂലമറ്റം പവർ ഹൗസ് പോലെ തന്നെ ഭൂഗർഭ പവർ ഹൗസ് ആണിത്. ഇവിടെ നിന്നും 240 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ
ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അതുപോലെ തന്നെ കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത്. അതും ഇടുക്കി ജില്ലയിലാണ്. ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്താണ് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത്. കാന്തല്ലൂരിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് ജിതേഷ് ജി. ചിത്രകലയുടെ അരങ്ങിന്റെ ആവിഷ്കാരമായ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ് ജിതേഷ് ജി. ചിത്രകലയുടെ അരങ്ങിന്റെ ആവിഷ്കാരമായ എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ് ജിതേഷ് ജി. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് കാൻഡിലിവർ. കാൻഡിലിവർ മാതൃകയിലുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചില്ലുപാലം സ്ഥാപിച്ചത് ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിലാണ്. കൃത്യമായി പറഞ്ഞാൽ വാഗമണ്ണിലെ കോലാഹലമേടിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാൻഡിലിവർ ചില്ലുപാലം സ്ഥിതി ചെയ്യുന്നത്. കാൻഡിലിവർ ചില്ലുപാലത്തിന്റെ നീളം 40 മീറ്ററാണ്. ഈ പോയിന്റ് കൃത്യമായി ഓർത്ത് വച്ചേക്കുക. കാൻഡിലിവർ മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ചില്ലുപാലം സ്ഥാപിച്ചത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ്. അത് സ്ഥിതി ചെയ്യുന്നത് കോലാഹലമേടിലാണ്. വാഗമണിലെ കോലാഹലമേടിലാണ് കാൻഡിലിവർ മാതൃകയിലുള്ള ചില്ലുപാലം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ നീളം 40 മീറ്ററാണ്. അതുപോലെ തന്നെ കുടിയേറ്റ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കുടിയേറ്റ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വന്നത് മൂന്നാറിനടുത്തുള്ള ചിന്നക്കനാലിലാണ്. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള ചിന്നക്കനാലിലാണ്. കേരളത്തിലെ ആദ്യത്തെ വിധവാ സൗഹൃദ നഗരസഭ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയാണ്. കേരളത്തിലെ ആദ്യത്തെ വിധവ സൗഹൃദ നഗരസഭ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയാണ്. അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ സോളാർ ഇൻവെർട്ടർ പവർ ഹൗസ് സ്ഥാപിക്കപ്പെട്ടത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്താണ്. രാജ്യത്തെ ആദ്യത്തെ സോളാർ ഇൻവെർട്ടർ പവർ ഹൗസ് സ്ഥാപിക്കപ്പെട്ടത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്താണ്. കേരളത്തിൽ ആദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്ത സ്ഥലം ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിനടുത്തുള്ള പെരുമലയിലാണ്. കാന്തല്ലൂരിനടുത്തുള്ള പെരുമലയിലാണ് കേരളത്തിൽ ആദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്തത്. കാന്തല്ലൂരിനടുത്തുള്ള പെരുമലയിലാണ് കേരളത്തിൽ ആദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്തത്. ഈ വസ്തുത കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത് നമ്മൾ ഇടുക്കി ജില്ല കഴിഞ്ഞ് എറണാകുളം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിക്കുന്നത് കൊച്ചി ഷിപ്പ്യാർഡാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിക്കുന്നത് കൊച്ചി ഷിപ്പ്യാർഡാണ്. ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ബോട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫ്രഞ്ച് നിർമ്മിത ബോട്ടായ എനർജി ഒബ്സർവർ ആണ്. ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ബോട്ടാണ് എനർജി ഒബ്സർവർ. അത് ഫ്രഞ്ച് നിർമ്മിതമായ ബോട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിക്കുന്നത് കൊച്ചി ഷിപ്പ്യാർഡാണ്. ലോകത്തിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തേതുമായ സ്വയം നിയന്ത്രിത വൈദ്യുത കപ്പലുകൾ നിർമ്മിച്ച് ചരിത്ര നേട്ടം കൈവരിച്ച ഇന്ത്യൻ കപ്പൽ നിർമ്മാണശാലയാണ് നമ്മുടെ കൊച്ചി കപ്പൽ നിർമ്മാണശാല. ലോകത്തിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തേതുമായ സ്വയം നിയന്ത്രിത വൈദ്യുത കപ്പലുകൾ നിർമ്മിച്ച് ചരിത്ര നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാല. നോർവേയിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ അസ്കോ മാരിടൈമിനാണ് കപ്പലുകൾ കൊച്ചി ഷിപ്പ്യാർഡ് കൈമാറുന്നത്. നോർവേയിൽ നിന്നുള്ള പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ അസ്കോ മാരിടൈമിന് വേണ്ടിയിട്ടാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാല സ്വയം നിയന്ത്രിത വൈദ്യുത കപ്പലുകൾ നിർമ്മിച്ചത്. കപ്പലുകൾക്ക് പേരിട്ടിരിക്കുന്നത് മാരിസ് അതുപോലെ തെരേസ എന്നിങ്ങനെയാണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാല വികസിപ്പിച്ച സ്വയം നിർമ്മിത ഇലക്ട്രിക് കപ്പലുകൾക്ക് ഇട്ടിരിക്കുന്ന പേരുകൾ മാരിസ് അതുപോലെ തെരേസ എന്നാണ്. കപ്പലുകൾ കയറ്റുമതി ചെയ്യുന്ന ഡച്ച് കമ്പനിയായ സെർവന്റിന്റെ കൂറ്റൻ കപ്പലിലാണ് മാരിസിനെയും തെരേസയെയും കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയിൽ നിന്നും കൊണ്ടുപോയത്. രാജ്യത്തെ ഏറ്റവും വലിയ മണ്ണുമാന്തി കപ്പൽ നിർമ്മിക്കാൻ ഡ്രഞ്ചിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട കപ്പൽശാലയും
കൊച്ചി കപ്പൽ നിർമ്മാണശാല തന്നെയാണ്. അതായത് കപ്പൽ നിർമ്മിക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എഴുതിക്കോ, ഉത്തരം കൊച്ചി കപ്പൽ നിർമ്മാണശാലയായിരിക്കും. നിലവിൽ അതല്ലാതെ വേറൊരു കറണ്ട് അഫയർ കണ്ടിട്ടില്ല. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന്, അന്താരാഷ്ട്ര ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചിയാണ്. അന്താരാഷ്ട്ര ശാസ്ത്ര കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ കൺസ്ട്രക്ഷൻ ഇന്നവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നതും കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ ഇന്നവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നതും കൊച്ചിയിലാണ്. 2023 രാജീവ് ഗാന്ധി ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്താണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത്. 2023 രാജീവ് ഗാന്ധി ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്താണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത്. 2023 വനിതാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടിക്ക് വേദിയായ നഗരം കൊച്ചിയാണ്. വനിതാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടിയുടെ പ്രമേയം മുന്നിൽ നിന്ന് നയിക്കുക എന്നതാണ്. മുന്നിൽ നിന്ന് നയിക്കുക എന്നതാണ് 2023 വനിതാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടിയുടെ പ്രമേയം. അതുപോലെ കേരളത്തിലെ ആദ്യ അഡ്വാൻസ്ഡ് ന്യൂറോ എൻഡോസ്കോപ്പി സെന്റർ നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലെ അമൃത ഹോസ്പിറ്റലിലാണ്. കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് ന്യൂറോ എൻഡോസ്കോപ്പി സെന്റർ നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലെ അമൃത ഹോസ്പിറ്റലിലാണ്. കേരളത്തിലെ ആദ്യത്തെ പാചകവാതക ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത് പുതുവൈപ്പിലാണ്. കേരളത്തിലെ ആദ്യത്തെ പാചകവാതക ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത് എറണാകുളം ജില്ലയിലെ പുതുവൈപ്പിലാണ്. 2023 അഗ്രികൾച്ചർ സയൻസ് കോൺഗ്രസിന് വേദിയായ നഗരം കൊച്ചിയാണ്. 2023 അഗ്രികൾച്ചർ സയൻസ് കോൺഗ്രസിന് വേദിയായ നഗരം കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത് ആലുവയിലാണ്. ആലുവയിലെ സ്റ്റേറ്റ് സീഡ് ഫാമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം. ആലുവയിലെ സ്റ്റേറ്റ് സീഡ് ഫാമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം എന്ന് ഓർത്തു വച്ചേക്കുക. 2023 ഒക്ടോബറിൽ ഫ്രണ്ട്സ് ഓഫ് ടിബറ്റ് എന്ന മ്യൂസിയം നിലവിൽ വന്നത് കൊച്ചിയിലാണ്. 2023 ജൂണിൽ വെസ്റ്റ് നൈൽ വൈറസ് മൂലം മരണം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. മറക്കരുത്, വെസ്റ്റ് നൈൽ വൈറസ് മൂലം മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് എറണാകുളം ജില്ല. അടുത്തത് കേരള വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി 2023 ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ലയാണ് എറണാകുളം. വ്യവസായ മന്ത്രി പി രാജീവ് എറണാകുളം ജില്ലക്കാരനാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം കളമശ്ശേരിയാണ്. കേരള വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി 2023 ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല എറണാകുളമാണ്. സന്യാസിയും ദാർശനികനുമായ ഏത് വ്യക്തിയുടെ ജന്മസ്ഥലമാണ് ദേശീയ സ്മാരകമാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്? അത് ശങ്കരാചാര്യരുടെയാണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് ആലുവയിലെ കാലടി. അദ്ദേഹം ജനിച്ചത് AD 788 അദ്ദേഹം സമാധിയായത് AD 820 ശങ്കരാചാര്യർ ജനിച്ച ആലുവയിലെ കാലടിയാണ് ദേശീയ സ്മാരകമാക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. കേരളത്തിലെ ആദ്യ നഗര സാമൂഹിക ആരോഗ്യ കേന്ദ്രം നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലെ തേവരയിലാണ്. കേരളത്തിലെ ആദ്യത്തെ നഗര സാമൂഹിക ആരോഗ്യ കേന്ദ്രം നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലെ തേവരയിലാണ്. കേരളത്തിലെ ആദ്യത്തെ നഗര സാമൂഹിക ആരോഗ്യ കേന്ദ്രം നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലെ തേവരയിലാണ്. സംസ്ഥാനത്തെ ആദ്യ മൾട്ടി സ്പെഷ്യാലിറ്റി ESI എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ESI ഹോസ്പിറ്റൽ നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ESI ഹോസ്പിറ്റൽ നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ESI ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഫുട്ബോൾ മ്യൂസിയം നിലവിൽ വരുന്നത് അത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ ഫുട്ബോൾ മ്യൂസിയം നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. ജലാശയങ്ങളിലെ നീരൊഴുക്ക് സുഗമമാക്കുവാൻ വേണ്ടി ആരംഭിച്ച ഓപ്പറേഷൻ വാഹിനി പദ്ധതി നടപ്പാക്കിയ ജില്ലയാണ് എറണാകുളം. ജലാശയങ്ങളിലെ നീരൊഴുക്ക് സുഗമമാക്കുവാൻ വേണ്ടി
ഓപ്പറേഷൻ വാഹിനി പദ്ധതി നടപ്പിലാക്കിയ ജില്ലയാണ് എറണാകുളം. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെച്ച ആദ്യ ജില്ലാ ആശുപത്രി എന്ന നേട്ടം കൈവരിച്ചത് എറണാകുളം ജില്ലാ ആശുപത്രിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രിയും എറണാകുളം ജില്ലാ ആശുപത്രിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചതും എറണാകുളം ജില്ലാ ആശുപത്രിയിലാണെന്ന് നിങ്ങൾ ഓർത്തു വച്ചേക്കുക. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെച്ച ആദ്യ ജില്ലാ ആശുപത്രിയാണ് എറണാകുളം ജില്ലാ ആശുപത്രി. 2, ഇന്ത്യയിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രിയാണ് എറണാകുളം ജില്ലാ ആശുപത്രി. 3, കേരളത്തിലെ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചതും എറണാകുളം ജില്ലാ ആശുപത്രിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓങ്കോളജി ലബോറട്ടറി നിർമ്മിച്ചത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓങ്കോളജി ലബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓങ്കോളജി ലബോറട്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? അത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യ സഹകരണ കയറ്റുമതി കേന്ദ്രം നിലവിൽ വന്നത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ കയറ്റുമതി കേന്ദ്രം നിലവിൽ വന്നത് കൊച്ചിയിലാണ്. സംസ്ഥാനത്തെ ആദ്യ ഹബ്ബ് നിലവിൽ വരുന്നത് എറണാകുളം ജില്ലയിലെ തേവരയിലാണ്. തേവരയിലെ കസ്തൂർബ നഗറിലാണ് സംസ്ഥാനത്തെ ആദ്യ ഹബ്ബ് നിലവിൽ വരുന്നത്. എറണാകുളം ജില്ലയിലെ തേവരയിലുള്ള കസ്തൂർബ നഗറിലാണ്. കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവലിന് വേദിയായ നഗരവും കൊച്ചിയാണ്. കേരളത്തിൽ സ്വകാര്യ ജെറ്റുകൾക്കായി ടെർമിനൽ നിലവിൽ വരുന്നതും കൊച്ചിയിലാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഭൂകമ്പ പ്രവചനത്തിന് സഹായിക്കുന്ന കേരളത്തിലെ ആദ്യ റഡോൺ ഭൗമ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് കുസാറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. കുസാറ്റിന്റെ പൂർണ്ണരൂപം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ്. കുസാറ്റിന്റെ പൂർണ്ണരൂപം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ്. ഭൂചലനം ഉണ്ടാകുമ്പോൾ പുറത്തുവരുന്ന റഡോൺ വാതകത്തിന്റെ തോത് കണ്ടെത്തിയാണ് ഭൂകമ്പ സാധ്യത മുൻകൂട്ടി അറിയുന്നത്. ഭൂചലനം ഉണ്ടാകുമ്പോൾ പുറത്തുവരുന്ന റഡോൺ വാതകത്തിന്റെ തോത് കണ്ടെത്തിയാണ് ഭൂകമ്പ സാധ്യത മുൻകൂട്ടി അറിയുന്നത്. ശ്രദ്ധിക്കുക, ഭൂകമ്പ പ്രവചനത്തിന് സഹായിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ റഡോൺ ഭൗമ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് കുസാറ്റിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത സ്ഥാപിതമായത് തൃശ്ശൂരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത സ്ഥാപിതമായത് തൃശ്ശൂർ ജില്ലയിലാണ്. ആകാശപാതയുടെ നീളം 280 മീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത സ്ഥാപിതമായ തൃശ്ശൂർ ജില്ലയിലാണ്. ആകാശപാതയുടെ നീളം 280 മീറ്ററാണ്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശ്ശൂർ കോർപ്പറേഷനാണ് ആകാശപാത നിർമ്മിച്ചത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശ്ശൂർ കോർപ്പറേഷനാണ് ആകാശപാത നിർമ്മിച്ചത്. മിൽമയുടെ ആദ്യ ഭക്ഷണശാലയായ മിൽമ റിഫ്രഷ് വെജ് പ്രവർത്തനം ആരംഭിച്ചത് തൃശ്ശൂരാണ്. മിൽമയുടെ ആദ്യ ഭക്ഷണശാലയായ മിൽമ റിഫ്രഷ് വെജ് പ്രവർത്തനം ആരംഭിച്ചത് തൃശ്ശൂരാണ്. 2023 ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദിയും തൃശ്ശൂരാണ്. 2023 ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദിയും തൃശ്ശൂരാണ്. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും ആത്മഹത്യാ പ്രവണതയും തടയാൻ ആത്മഹത്യാ പ്രതിരോധ പദ്ധതിയായ സൗഹൃദ സമേതം പദ്ധതി ആരംഭിച്ച ജില്ലയും തൃശ്ശൂരാണ്. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും ആത്മഹത്യാ പ്രവണതയും തടയുവാനുള്ള ആത്മഹത്യാ പ്രതിരോധ പദ്ധതിയായ സൗഹൃദ സമേതം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് തൃശ്ശൂർ. ഇന്ത്യയിലെ ഏറ്റവും സമ്പത്തുള്ള ചെറു പട്ടണങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ കേരളത്തിലെ നഗരമാണ് തൃശ്ശൂർ. ഇന്ത്യയിലെ ഏറ്റവും സമ്പത്തുള്ള ചെറു പട്ടണങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ കേരളത്തിലെ നഗരമാണ് തൃശ്ശൂർ. അതുപോലെ കേരള കാർഷിക സർവകലാശാലയിൽ അനാച്ഛാദനം ചെയ്തത് മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന അച്യുത മേനോന്റെ പ്രതിമയാണ്. കേരള കാർഷിക സർവകലാശാലയിൽ അനാച്ഛാദനം ചെയ്തത് മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന അച്യുത മേനോന്റെ പ്രതിമയാണ്. 2024 സാഹിത്യ അക്കാദമിയുടെ സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നതും തൃശ്ശൂരാണ്. സാഹിത്യ അക്കാദമിയുടെ സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നതും തൃശ്ശൂരാണ്. ഏഷ്യയിലെ ആദ്യ ബാല സൗഹൃദ നഗരവും തൃശ്ശൂരാണ്. ഏഷ്യയിലെ ആദ്യ ബാല സൗഹൃദ നഗരവും തൃശ്ശൂരാണ്. യുനെസ്കോയുടെ ആഗോള വിജ്ഞാന നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരവും തൃശ്ശൂരാണ്.
യുനെസ്കോയുടെ ആഗോള വിജ്ഞാന നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരവും തൃശ്ശൂരാണ്. എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് തൃശ്ശൂർ. എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് തൃശ്ശൂർ. കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ്. കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ്. അതുപോലെ കേരള മ്യൂസിയം സ്ഥാപിതമാകുന്ന ജില്ലയും തൃശ്ശൂരാണ്. കേരള മ്യൂസിയം സ്ഥാപിതമാകുന്ന ജില്ലയും തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. അതും തൃശ്ശൂർ ജില്ലയിലാണ്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ നൈപുണ്യ മേഖലയിൽ ഏറ്റവും മികച്ച പദ്ധതികൾ നടപ്പിലാക്കിയതിനുള്ള അവാർഡ് സ്വന്തമാക്കിയ ജില്ലയും തൃശ്ശൂരാണ്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ നൈപുണ്യ മേഖലയിൽ ഏറ്റവും മികച്ച പദ്ധതികൾ നടപ്പിലാക്കിയതിനുള്ള അവാർഡ് സ്വന്തമാക്കിയ ജില്ലയും തൃശ്ശൂരാണ്. അതുപോലെ 18നും 20നും ഇടയിൽ പ്രായമുള്ളവരിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നത് തടയാൻ തൃശ്ശൂർ സിറ്റി പോലീസ് ആരംഭിക്കുന്ന കൗൺസിലിംഗ് ബോധവൽക്കരണ പരിപാടിയുടെ പേരാണ് ഓപ്പറേഷൻ റിവൈവിംഗ്. 18നും 20നും ഇടയിൽ പ്രായമുള്ളവരിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നത് തടയാൻ തൃശ്ശൂർ സിറ്റി പോലീസ് ആരംഭിക്കുന്ന കൗൺസിലിംഗ് ബോധവൽക്കരണ പരിപാടിയാണ് ഓപ്പറേഷൻ റിവൈവിംഗ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാത അത് കുതിരാൻ തുരങ്കമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാതയാണ് കുതിരാൻ തുരങ്കം. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ഏക ഇരട്ടക്കുഴൽ തുരങ്കം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം കുതിരാനാണ്. ദക്ഷിണേന്ത്യയിലെ ഏക ഇരട്ടക്കുഴൽ തുരങ്കം ചോദിച്ചാലും കുതിരാനാണ്. കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ദേശീയപാത NH 544 ആണ്. അതായത് കൊച്ചി സേലം ദേശീയപാത. കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ദേശീയപാത NH 544 ആണ്. കൊച്ചി സേലം ദേശീയപാത. കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനികളാണ് ഒന്ന് പ്രഗതി കൺസ്ട്രക്ഷൻസ്, അതുപോലെ KMC ഗ്രൂപ്പ്. ആദ്യഘട്ടം പണി ചെയ്തത് പ്രഗതി കൺസ്ട്രക്ഷൻസ് ആണ്. എന്നാൽ അവസാന ഘട്ടം പണി പൂർത്തിയാക്കിയത് KMC ഗ്രൂപ്പാണ്. കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണം ആരംഭിച്ച വർഷം 2014 ആണ്. കുതിരാൻ തുരങ്കം കടന്നു പോകുന്ന വന്യജീവി സങ്കേതം പീച്ചി വാഴാനിയാണ്. കുതിരാൻ തുരങ്കം കടന്നു പോകുന്ന വന്യജീവി സങ്കേതം പീച്ചി വാഴാനിയാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ നമസ്കാര ഹാൾ നിലവിൽ വരുന്നത് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ നമസ്കാര ഹാൾ നിലവിൽ വരുന്നത് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദിലാണ്. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ആദ്യ ഉപകേന്ദ്രം നിലവിൽ വന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ്. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ആദ്യ ഉപകേന്ദ്രം നിലവിൽ വന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ്. അടുത്ത് നമ്മൾ പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ പരിശോധിക്കുകയാണെങ്കിൽ 2023 പാട്ട് ഗ്രാമമായി പ്രഖ്യാപിച്ചത് പാലക്കാട് ജില്ലയിലെ വാൽമുട്ടി ഗ്രാമമാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിനടുത്തുള്ള വാൽമുട്ടി ഗ്രാമമാണ് 2023 പാട്ട് ഗ്രാമമായി പ്രഖ്യാപിച്ച ഗ്രാമം. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വന്നത് പാലക്കാട് ജില്ലയിലെ കമ്പാലത്തറയിലാണ്. സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വന്നത് പാലക്കാട് ജില്ലയിലെ കമ്പാലത്തറയിലാണ്. കേരളത്തിലെ ആദ്യത്തെ നാപ്കിൻ സംസ്കരണ സംവിധാനം നിലവിൽ വന്നത് പാലക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ നാപ്കിൻ സംസ്കരണ സംവിധാനം നിലവിൽ വന്നത് പാലക്കാടാണ്. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് ജില്ലയിലെ ഷോളയൂർ പോലീസ് സ്റ്റേഷനാണ്. ഷോളയൂർ പോലീസ് സ്റ്റേഷൻ. ശ്രദ്ധിക്കുക, മുഖ്യമന്ത്രിയുടെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം വേറൊന്നുണ്ട്. അത് നമ്മൾ മറ്റൊരു അവസരത്തിൽ പറയും. അത് ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതല്ല. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് ജില്ലയിലെ ഷോളയൂർ പോലീസ് സ്റ്റേഷനാണ്. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗവിമുക്തരാക്കുന്നതിന് വേണ്ടി അക്ഷയ ജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലയും പാലക്കാടാണ്. പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗമുക്തരാക്കുന്നതിന് വേണ്ടി അക്ഷയ ജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിച്ചതും പാലക്കാട് ജില്ലയിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക്, ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്.
സംസ്ഥാനത്തെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് സ്ഥാപിതമായത് പാലക്കാട് ജില്ലയിലാണ്. അത് ഉദ്ഘാടനം ചെയ്തത് പി രാജീവാണ്. നാളെയുടെ പദാർത്ഥം എന്നറിയപ്പെടുന്ന ഗ്രഫീൻ, മറ്റു നാനോ വസ്തുക്കൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനുള്ള വ്യവസായ യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന മെറ്റീരിയൽ ടെക്നോളജി പാർക്കാണ് നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിൽ. അടുത്ത സംസ്ഥാനത്ത് ആദ്യമായി 25 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുള്ള ഹൈഡ്രോ കൈനറ്റിക് ടർബൻ പദ്ധതി നിലവിൽ വന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. ചിറ്റൂർ 25 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുള്ള ഹൈഡ്രോ കൈനറ്റിക് ടർബൻ പദ്ധതി നിലവിൽ വന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. ചേറാട് കൂമ്പാച്ചി മലയിൽ കുടുങ്ങിയ ബാബു എന്ന യുവാവിനെ രക്ഷപ്പെടുത്തുവാൻ കരസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പാലക്കാട്. ഓപ്പറേഷൻ പാലക്കാട്. കുറുമ്പാച്ചി മല, അതായത് കുമ്പാച്ചി മല എന്നും പറയാറുണ്ട്. കുറുമ്പാച്ചി മലയിൽ കുടുങ്ങിയ ബാബു എന്ന യുവാവിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കരസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പാലക്കാട്. അധ്യാപകരെ, ശ്രദ്ധിക്കുക, കുട്ടികളെ അല്ല, അധ്യാപകരെ അഭിസംബോധന ചെയ്യുന്നതിൽ ജനറൽ ന്യൂട്രാലിറ്റി കൊണ്ടുവന്ന കേരളത്തിലെ ആദ്യ സ്കൂളാണ് സീനിയർ ബേസിക് സ്കൂൾ ഓലശ്ശേരി. സീനിയർ ബേസിക് സ്കൂൾ ഓലശ്ശേരി. ക്ലിയർ ആണ്. അധ്യാപകരെ അഭിസംബോധന ചെയ്യുക, അതായത് സർ, മാഡം എന്നുള്ള പരിപാടിയില്ല, ടീച്ചർ എന്നുള്ള വാക്ക് മാത്രം. സർ അല്ലെങ്കിൽ മാം എന്ന പരിപാടിയില്ല, ടീച്ചർ എന്ന വാക്ക് മാത്രം ഉപയോഗിക്കുക. അധ്യാപകരെ അഭിസംബോധന ചെയ്യുന്നതിൽ ജനറൽ ന്യൂട്രാലിറ്റി കൊണ്ടുവന്ന കേരളത്തിലെ ആദ്യ സ്കൂളാണ് സീനിയർ ബേസിക് സ്കൂൾ ഓലശ്ശേരി. അതുപോലെ ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും സർ, മാഡം എന്ന് വിളിക്കുന്നത് ഒഴിവാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് പാലക്കാട് ജില്ലയിലെ മാത്തൂർ പഞ്ചായത്ത്. ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും സർ, മാഡം എന്ന് വിളിക്കുന്നത് ഒഴിവാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് മാത്തൂർ പഞ്ചായത്ത്. അതുപോലെ കേരളത്തിലെ ആദ്യ ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല നിലവിൽ വന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല നിലവിൽ വന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ്. 2022 ജൂണിൽ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരാണ്. 2022 ജൂണിൽ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് അട്ടപ്പാടിയാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് അട്ടപ്പാടിയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ മില്ലറ്റ് കഫേ ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ മില്ലറ്റ് കഫേ ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ്. അതുപോലെ കേരളത്തിൽ ആദ്യമായി ഈ പ്ലാറ്റ്ഫോം വഴി വനിതാ കർഷകർക്ക് കറവ പശുക്കളെ വിതരണം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്താണ് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിൽ ആദ്യമായി ഈ പ്ലാറ്റ്ഫോം വഴി വനിതാ കർഷകർക്ക് കറവ പശുക്കളെ വിതരണം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്താണ് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത്. പ്രഥമ ദേശീയ ഗോത്രഭാഷാ ചലച്ചിത്രോത്സവത്തിന് വേദിയായ സ്ഥലവും പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി തന്നെയാണ്. ഒന്നുകൂടെ നോക്കാം. അട്ടപ്പാടി. കേരളത്തിലെ ആദ്യ ട്രൈബൽ താലൂക്ക് അട്ടപ്പാടി. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് അട്ടപ്പാടി. അത് കേരളത്തിലെ 78ാമത് താലൂക്കാണ്. അടുത്ത കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യ മില്ലറ്റ് കഫേ പ്രവർത്തനം ആരംഭിച്ചതും അട്ടപ്പാടി. കേരളത്തിൽ ആദ്യമായി ഈ പ്ലാറ്റ്ഫോം വഴി വനിതാ കർഷകർക്ക് കറവ പശുക്കളെ വിതരണം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്തും അട്ടപ്പാടി. പ്രഥമ ദേശീയ ഗോത്രഭാഷാ ചലച്ചിത്രോത്സവത്തിന് വേദിയായതും പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയാണ്. അടുത്തായി നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വസ്തുക്കളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 2023 ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച ജില്ലയാണ് മലപ്പുറം. 2023 ഭരണഭാഷാ പുരസ്കാരം, കേരള സർക്കാരിന്റെ ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച ജില്ലയാണ് മലപ്പുറം ജില്ല. അതുപോലെ കേരളത്തിൽ കേളപ്പൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേളപ്പൻ. അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ്. കേളപ്പന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം, ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് വളാഞ്ചേരിയിലെ ഫ്ലോറ ഫാന്റസിയ പാർക്കിലാണ്. ഫ്ലോറ ഫാന്റസിയ പാർക്ക്. വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ഫ്ലോറ ഫാന്റസിയ പാർക്കിലാണ്. ഫ്ലോറ ഫാന്റസിയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൃത്രിമ വെള്ളച്ചാട്ടമാണ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ലോറ ഫാന്റസിയ പാർക്കിലെ വെള്ളച്ചാട്ടം. അതുപോലെ ഒരു ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ, അതായത് ഒരു ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ
നിലവിൽ വരുന്ന കേരളത്തിലെ ആദ്യ സൗജന്യ ഡയാലിസിസ് സെന്റർ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കാടാമ്പുഴ ഭഗവതി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കാടാമ്പുഴ ഡയാലിസിസ് സെന്ററാണ്. കാടാമ്പുഴ ഒരു ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ സൗജന്യ ഡയാലിസിസ് സെന്റർ, അത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ്. ക്ലീൻ കേരള എന്ന കമ്പനിക്കാണ് പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ളത്. ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യത്തെ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കുറ്റിപ്പുറത്താണ്. സംസ്കരണ കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല ക്ലീൻ കേരള എന്ന കമ്പനിക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രമായ വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വാഴക്കാടാണ്. അടുത്തത്, ഇന്ത്യയിൽ മധ്യവർഗ അതായത് മിഡിൽ ക്ലാസ് കുടുംബ വളർച്ചയിൽ ഏറ്റവും മുന്നിലുള്ള ജില്ലയാണ് മലപ്പുറം. മധ്യവർഗ കുടുംബ വളർച്ചയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് മലപ്പുറം. മധ്യവർഗ കുടുംബ വളർച്ചയിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലുള്ള ജില്ലയാണ് മലപ്പുറം. മലപ്പുറം ജില്ല രൂപം കൊണ്ടത് 1969-ലാണ്. 2022 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനാണ്. ആഭ്യന്തര വകുപ്പിന്റെ അവാർഡ് നേടിയ പോലീസ് സ്റ്റേഷനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഇത് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി കരസ്ഥമാക്കിയ പോലീസ് സ്റ്റേഷൻ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനാണ്. അത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ അതിദരിദ്ര സർവേയിൽ കേരളത്തിൽ നിന്നും ഒന്നാമതെത്തിയ ജില്ല, അതായത് ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം. അതിദരിദ്ര സർവേയിൽ ഒന്നാമതുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അതിദരിദ്ര സർവേയിൽ ഒന്നാമതുള്ള ജില്ല ഏതാണ്? അത് മലപ്പുറം ജില്ലയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന് നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയുടെ കീഴിൽ കളിവീട് പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. ആരോഗ്യ വകുപ്പിന്റെ കളിവീട് പദ്ധതി, അതായത് മാനസിക ആരോഗ്യ പദ്ധതിയായ കളിവീട് പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ 4ാമത്തെയും സംസ്ഥാന രൂപീകരണത്തിന് ശേഷം സർക്കാർ നിർമ്മിക്കുന്ന ആദ്യത്തേതുമായ സെൻട്രൽ ജയിൽ നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിലെ തവനൂരാണ്. തവനൂർ കേരളത്തിലെ 4ാമത്തെയും സംസ്ഥാന രൂപീകരണത്തിന് ശേഷം സർക്കാർ നിർമ്മിക്കുന്ന ആദ്യത്തേതുമായ സെൻട്രൽ ജയിൽ നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിലെ തവനൂരാണ്. അടുത്ത, സംസ്ഥാനത്ത് ആദ്യമായി ഡിജിറ്റൽ പട്ടയ വിതരണം നടത്തിയ ജില്ലയാണ് മലപ്പുറം. സംസ്ഥാനത്ത് ആദ്യമായി ഡിജിറ്റൽ പട്ടയ വിതരണം നടത്തിയ ജില്ല ഏതാണ്? അത് മലപ്പുറമാണ്. കേരളത്തിലെ ആദ്യ മിനിയേച്ചർ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് കൊടികുത്തി മലയിലാണ്. മലപ്പുറത്തെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൊടികുത്തി മല. മലപ്പുറത്തെ ഊട്ടി എന്നറിയപ്പെടുന്നത് കൊടികുത്തി മലയാണ്. കൊടികുത്തി മലയിലാണ് കേരളത്തെ ആദ്യത്തെ മിനിയേച്ചർ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടി കളിവീട് എന്ന പദ്ധതി നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിലെ വാഴക്കാടാണ്. മധ്യവർഗ കുടുംബ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള ഇന്ത്യയിലെ ജില്ലയാണ് മലപ്പുറം ജില്ല. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി 2022 നേടിയത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനാണ്. 2ാം സ്ഥാനം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനും 3ാം സ്ഥാനം നേടിയത് വിതുര പോലീസ് സ്റ്റേഷനുമാണ്. ഇതുകൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. കേരളത്തിലെ ആദ്യത്തെ മിനിയേച്ചർ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലയിലെ കൊടികുത്തി മലയിലാണ്. മലപ്പുറം ജില്ലയിലെ ഊട്ടി എന്നറിയപ്പെടുന്നത് കൊടികുത്തി മലയാണ്. അടുത്തതായി നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. യുനെസ്കോയുടെ സംഗീത നഗര പദവി ലഭിച്ചത് മധ്യപ്രദേശിലെ ഗോളിയോറാണ്. സാഹിത്യ നഗരം കോഴിക്കോടും സംഗീത നഗരം ഗോളിയോറും. അതുപോലെ നിപ്പ പ്രതിരോധത്തിനായി വൺ ഹെൽത്ത് പദ്ധതിക്ക് കീഴിൽ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. നമുക്കറിയാലോ, നിപ്പ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. നിപ്പ പ്രതിരോധത്തിനായി വൺ
ഹെൽത്ത് പദ്ധതിയുടെ കീഴിൽ സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. നിപ്പ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അതുപോലെ 2023 കായകൽപ് അവാർഡ്, കേന്ദ്ര ഗവൺമെന്റിന്റെ കായകൽപ് അവാർഡ് നേടിയ ആശുപത്രിയാണ് കോഴിക്കോട് ജനറൽ ആശുപത്രി. കോഴിക്കോട് ജനറൽ ആശുപത്രിയാണ് 2023 കായകൽപ് പുരസ്കാരം നേടിയത്. അതായത് ആരോഗ്യ പരിപാലനത്തിലെ ശുചിത്വ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കായകൽപ് പുരസ്കാരത്തിന്റെ ലക്ഷ്യം. ശുചിത്വ പരിപാലനം, അതുപോലെ അണുബാധ നിയന്ത്രണം ഇവയിലുള്ള വൈദഗ്ധ്യത്തിനാണ് കായകൽപ് പുരസ്കാരം നൽകുന്നത്. കേരളത്തിൽ ആദ്യമായി ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ, കൃത്യമായിട്ട് പറഞ്ഞാൽ കുറ്റിക്കാട്ടൂർ എന്ന സ്ഥലത്താണ്. അന്തരിച്ച ഗസൽ ഗായകൻ ഉമ്പായിയുടെ സ്മരണാർത്ഥമാണ് കുറ്റിക്കാട്ടൂരിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി സ്ഥാപിച്ചത്. അതുപോലെ തന്നെ നാട്ടുമാവുകൾ വെച്ച് പിടിപ്പിക്കുന്ന നാട്ടുമാമ്പാത എന്ന പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്താണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. നാട്ടുമാവുകൾ വച്ചു പിടിപ്പിക്കുന്ന നാട്ടുമാമ്പാത പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്താണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. അതുപോലെ തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക നഗരമാണ് കോഴിക്കോട്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളുടെ പട്ടികയിൽപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഏക നഗരമാണ് കോഴിക്കോട് എന്ന വസ്തുതയും ഓർത്തു വച്ചേക്കുക. അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പഞ്ചായത്തിലാണ്. കോടഞ്ചേരി പഞ്ചായത്ത്, അതായത് കോഴിക്കോട് ജില്ലയിലെ പുലിക്കയം എന്ന പുലിക്കയത്തുള്ള കോടഞ്ചേരി പഞ്ചായത്തിലാണ് അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ നിലവിൽ വന്നത്. കയാക്കിംഗ് എന്ന ഗെയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ നിലവിൽ വന്നത് കോഴിക്കോട് കോടഞ്ചേരിയിലാണ്. ഭിന്നശേഷി രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്താണ്. ഭിന്നശേഷി രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്താണ്. അതുപോലെ കോഴിക്കോട് ജില്ലയിലെ കടലോരങ്ങൾ ശുചീകരിക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ തീരം. കോഴിക്കോട് ജില്ലയിലെ കടലോരങ്ങൾ ശുചീകരിക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഏതാണ്? ശുചിത്വ തീരം പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ കുടുംബ കോടതി കോഴിക്കോട് കുടുംബ കോടതിയാണ്. സ്വപ്നക്കൂട് എന്നാണ് ശിശു സൗഹൃദ കുടുംബ കോടതിയുടെ പേര്. ശിശു സൗഹൃദ കുടുംബ കോടതിയുടെ മുറി, അതായത് ശിശു സൗഹൃദ മുറി അറിയപ്പെടുന്നത് സ്വപ്നക്കൂട് എന്ന പേരിലാണ്. പോയിന്റ് ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ കുടുംബ കോടതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അതിൽ സ്വപ്നക്കൂട് എന്നുള്ള മുറിയാണ് ശിശു സൗഹൃദ കുടുംബ കോടതിക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, എന്നാൽ കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി കൊച്ചിയിലാണ്. കേരളത്തിലെ ശിശു സൗഹൃദ പോക്സോ കോടതി എവിടെയാണ്? അത് കൊച്ചിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനം നിലവിൽ വന്ന ജില്ലയാണ് കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യമായി അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനം നിലവിൽ വന്ന ജില്ലയും കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ എസ്കലേറ്റർ കം എലിവേറ്റർ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വന്നതും കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ എസ്കലേറ്റർ കം എലിവേറ്റർ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വന്നതും കോഴിക്കോട് ജില്ലയിലാണ്. നവജാത ശിശു പരിപാലന രംഗത്തെ പ്രധാന ചുവടുവയ്പായ നിയോക്രാഡിൽ പദ്ധതിക്ക് തുടക്കമിട്ട ജില്ലയും കോഴിക്കോടാണ്. നവജാത ശിശു പരിപാലന രംഗത്തെ പ്രധാന ചുവടുവയ്പായ നിയോക്രാഡിൽ പദ്ധതിക്ക് തുടക്കമിട്ടതും കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ സർക്കാർ സർഫിംഗ് സ്കൂൾ നിലവിൽ വന്നതും കോഴിക്കോട് ജില്ലയിലാണ്. സർഫിംഗ് സ്കൂള് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സർഫിംഗ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരാണ്. സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂർ. സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂർ. അതുപോലെ ചേർമല ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ്. ശ്രദ്ധിക്കുക, ചേർമല ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിൽ
ആദ്യ ഫുഡ് സ്ട്രീറ്റ് സ്ഥാപിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വലിയങ്ങാടിയിലാണ്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കീഴിലെ ആദ്യ ഫുഡ് സ്ട്രീറ്റ് സ്ഥാപിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വലിയങ്ങാടിയിലാണ്. അതുപോലെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കിയ ആദ്യ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലുശ്ശേരി. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയ ആദ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂളാണ് ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ. അടുത്തത് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റി ആയത് വടകരയാണ്. കോഴിക്കോട് ജില്ലയിലെ വടകര സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റി കോഴിക്കോട് ജില്ലയിലെ വടകരയാണ്. അതുപോലെ കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെന്റർ നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സെന്റർ പ്രവർത്തിച്ചു തുടങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ റോബോട്ടിക് സന്ധിമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് കോഴിക്കോട് ജില്ലയിലെ മെയ്ത്ര ആശുപത്രിയാണ്. കോഴിക്കോട് ജില്ലയിലെ മെയ്ത്ര ഹോസ്പിറ്റലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ റോബോട്ടിക് സന്ധിമാറ്റൽ ശസ്ത്രക്രിയ നടത്തിയത് മെയ്ത്ര ഹോസ്പിറ്റലാണ്. മെയ്ത്ര ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അതുപോലെ ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരിയിലാണ്. ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരിയിലാണ്. ശുചിത്വ സംസ്കാരം വളർത്തിയെടുക്കുവാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഏഴഴകിലേക്ക് എൻ കോഴിക്കോട്. ശ്രദ്ധിക്കുക, ശുചിത്വ സംസ്കാരം വളർത്തിയെടുക്കുവാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഏഴഴകിലേക്ക് എൻ കോഴിക്കോട്. ഏഴഴകിലേക്ക് എൻ കോഴിക്കോട് പദ്ധതി 2022 മാർച്ചിൽ കോഴിക്കോട് പട്ടികവർഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ച ഗോത്ര ഉത്സവമാണ് 2022 മാർച്ചിൽ കോഴിക്കോട് പട്ടികവർഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ച ഗോത്രവർഗ ഉത്സവത്തിന്റെ പേരെന്താണ്? തുടി എന്നാണ്. 2023 സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. 2023 സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. സംസ്ഥാനത്തെ ആദ്യത്തെ സാഹിത്യ പാർക്കായ ഫാം റോക്ക് ഗാർഡൻ കോഴിക്കോട് ആരുടെ സ്മരണാർത്ഥമാണ് നിർമ്മിച്ചത്? ഉറപ്പായിട്ടും കോഴിക്കോടാണ്. അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ആരംഭിക്കുന്ന ആകാശമിഠായി എന്ന സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതെന്നാണ് ചോദ്യമെങ്കിൽ അതിന്റെ ഉത്തരം ബേപ്പൂരാണ്. ബേപ്പൂർ സുൽത്താൻ എന്നാണല്ലോ വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരാണ്. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. ആദ്യത്തെ സാഹിത്യ പാർക്കായ ഫാം റോക്ക് ഗാർഡൻ ആരുടെ സ്മരണാർത്ഥമാണ് നിർമ്മിച്ചത്? അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ആരംഭിച്ച ആകാശമിഠായി എന്ന സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അത് ബേപ്പൂര്. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അതും ബേപ്പൂര്. അടുത്തതായി നമ്മൾ വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട വസ്തുതകളിലേക്കാണ് പോകുന്നത്. ഇതിലാദ്യം പഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങളെ സ്വീകരിക്കുന്നതിനും സേവനങ്ങളിൽ സഹായിക്കുന്നതിനും പരിശീലനം ലഭിച്ച വനിതകളെ ഹോസ്റ്റസായി നിയമിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് അമ്പലവയൽ പഞ്ചായത്ത്. കറക്റ്റായി ശ്രദ്ധിക്കുക. പഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങളെ സ്വീകരിക്കുന്നതിനും അവരെ സേവനങ്ങളിൽ സഹായിക്കുന്നതിനും പരിശീലനം ലഭിച്ച വനിതകളെ ഹോസ്റ്റസായി നിയമിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് അമ്പലവയൽ പഞ്ചായത്ത്. നമുക്കറിയാം, പഞ്ചായത്തിലാവട്ടെ, മുനിസിപ്പാലിറ്റിയിലാവട്ടെ, കോർപ്പറേഷൻ ഓഫീസിലാവട്ടെ, എന്തിന് നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയാൽ പോലും ഒരാളുടെ സഹായം പലപ്പോഴും വേണ്ടി വരും. ഈ ഘട്ടത്തിലാണ് അമ്പലവയൽ പഞ്ചായത്ത് ഇത്തരമൊരു മികച്ച നടപടി സ്വീകരിച്ചത്. അതായത് ഹോസ്റ്റസായി പരിശീലനം ലഭിച്ച വനിതകളെ നിയമിച്ച പഞ്ചായത്താണ് അമ്പലവയൽ പഞ്ചായത്ത്. അതുപോലെ തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർണ്ണമായും പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട്. ക്ലിയർ ആണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയ ജില്ലയാണ് വയനാട്. മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് വയനാട് ജില്ലയിലെ മീനങ്ങാടി. കാർബൺ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ ഒഴിവാക്കുക എന്നുള്ള മീനിങ്ങിലാണ് അത് ഉദ്ദേശിക്കുന്നത്.
മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്താണ് വയനാട് ജില്ലയിലെ മീനങ്ങാടി. അതുപോലെ സ്വാഭാവികമായ വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനീകരൺ പദ്ധതി ആരംഭിച്ച കേരളത്തിലെ പഞ്ചായത്താണ് വയനാട് ജില്ലയിലെ നൂൽപ്പുഴ. സ്വാഭാവികമായ വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനീകരൺ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ പഞ്ചായത്താണ് വയനാട് ജില്ലയിലെ നൂൽപ്പുഴ. അതുപോലെ തന്നെ സംസ്ഥാനത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമമാണ് എൻ ഊര്. കേരള സംസ്ഥാനത്തിലെ ആദ്യ ഗോത്ര പൈതൃക ഗ്രാമമാണ് എൻ ഊര്. എൻ ഊര് സ്ഥിതി ചെയ്യുന്നതും വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ പൂക്കോടാണ് എൻ ഊര് സ്ഥിതി ചെയ്യുന്നത്. എൻ ഊര് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പൂക്കോടാണ്. ആദ്യ ഗോത്ര സൗഹൃദ വിദ്യാലയം തോൽപ്പെട്ടി ഗവൺമെന്റ് സ്കൂളാണ്. ആദ്യ ഗോത്ര സൗഹൃദ വിദ്യാലയം തോൽപ്പെട്ടി ഗവൺമെന്റ് സ്കൂളാണ്. തോൽപ്പെട്ടി. അതുപോലെ ദേശീയ ഗോത്രഭാഷാ ചലച്ചിത്രോത്സവത്തിന് വേദിയായത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയാണ്. ദേശീയ ഗോത്രഭാഷാ ചലച്ചിത്രോത്സവത്തിന് വേദിയായത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയാണ്. ഇത് വയനാട് ജില്ലയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ടൊരു ഫാക്ട് പറഞ്ഞതാണ്. അട്ടപ്പാടി ഗോത്രഭാഷാ ചലച്ചിത്രോത്സവത്തിന് വേദിയായത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയാണ്. കേരളത്തിലെ ആദ്യ ഗോത്ര പൈതൃക ഗ്രാമം എൻ ഊരാണ്. ഇത് വയനാട് ജില്ലയിലെ പൂക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്ര സൗഹൃദ വിദ്യാലയം തോൽപ്പെട്ടി ഗവൺമെന്റ് സ്കൂളാണ്. അത് സ്ഥിതി ചെയ്യുന്നതും വയനാട് ജില്ലയിലാണ്. എന്നാൽ പ്രഥമ ദേശീയ ഗോത്രഭാഷാ ചലച്ചിത്രോത്സവത്തിന് വേദിയായത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയാണ്. പ്രഥമ ഗോത്രഭാഷാ ചലച്ചിത്രോത്സവത്തിന് വേദിയായത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത വിഷയങ്ങളെല്ലാം ഗോത്രവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ആഫ്രിക്കൻ പനി ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് വയനാട് ജില്ലയിലാണ്. ആഫ്രിക്കൻ പനി ആദ്യമായി സ്ഥിരീകരിച്ചത് വയനാട് ജില്ലയിലാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റലി കണക്റ്റഡ് ആയ ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റലി കണക്റ്റഡ് ആയ ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ്. അതുപോലെ കേരളത്തിലെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് സ്ഥാപിതമായത് വയനാട് ജില്ലയിലെ മേപ്പാടിയിലാണ്. സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ്, ഇത് രണ്ടും കൂടി ഉപയോഗിച്ച് എനർജി നിർമ്മിക്കുന്ന പരിപാടിയാണ് സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ്. സോളാർ ആൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് സ്ഥാപിതമായത് വയനാട് ജില്ലയിലെ മേപ്പാടിയിലാണ്. അതുപോലെ സഹകരണ മേഖലയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ്. ഹോട്ടലിന്റെ പേര് സപ്ത. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലെ സപ്ത റിസോർട്ടാണ് സഹകരണ മേഖലയിൽ ആദ്യമായി ആരംഭിച്ച 5 സ്റ്റാർ ഹോട്ടൽ. ഇത്രയും വസ്തുതകൾ കൂടി വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട് ഓർത്തു വച്ചേക്കുക. അടുത്തായി നമ്മൾ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് കണ്ണൂരാണ്. നമുക്കറിയാം കേരള മുഖ്യമന്ത്രിയുടെ ജില്ലയാണ് കണ്ണൂര്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ 2023 ജൂലൈയിൽ ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് അടയാളം എൻ്റെ ആധാർ എന്ന പദ്ധതി ആരംഭിച്ച ജില്ലയും കണ്ണൂരാണ്. ശ്രദ്ധിക്കുക, 2023 ജൂലൈയിൽ ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് അടയാളം എൻ്റെ ആധാർ എന്ന പദ്ധതി ആരംഭിച്ച ജില്ലയും കണ്ണൂരാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം. എല്ലാ മണ്ഡലങ്ങളിലും ലൈബ്രറി ഉള്ള നിയോജക മണ്ഡലം ഏത് എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടമാണ്. ഉത്തരം ഏതാണ്? നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഓഫീസ് സ്ഥാപിച്ച ജില്ല കണ്ണൂർ ജില്ലയാണ്. 2023 ജൂലൈയിൽ ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ അടയാളം എൻ്റെ ആധാർ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല കണ്ണൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ്. അതുപോലെ കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല അതായത് കുഫോസിന്റെ കീഴിൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് നിലവിൽ വരുന്നതും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. ആദ്യ ഫിഷറീസ് കോളേജ് എറണാകുളം ജില്ലയിലാണ്. ഇത് കേരള ഫിഷറീസ് സമുദ്ര പഠന കുഫോസിന്റെ കീഴിൽ, പോയിന്റ് ഇതാണ്, കുഫോസിന്റെ കീഴിൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് നിലവിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ. വിസ്മയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയിലാണ്. ചോദ്യം ശ്രദ്ധിക്കുക, പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന
ഇന്ത്യയിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ പാർക്ക്. വിസ്മയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയിലാണ്. അടുത്ത ഏത് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ വിവരങ്ങളാണ് സൈബർ ഹാക്കിങ്ങിന് വിധേയമായി ഡാർക്ക് വെബിൽ വിൽപ്പനക്കിട്ടത് എന്ന് ചോദിച്ചാൽ ഉത്തരം കണ്ണൂർ സർവകലാശാലയാണ്. കണ്ണൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ഡാറ്റയാണ് സൈബർ ഹാക്കിങ്ങിന് വിധേയമായി ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ടത്. അടുത്തത് സിയാലിന്റെ നേതൃത്വത്തിൽ, അതായത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുന്ന ജില്ലയാണ് കണ്ണൂർ. സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. ചോദ്യം ഇങ്ങനെയാണ്: സിയാലിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുന്ന ജില്ല കണ്ണൂരാണ്. സ്ഥലം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. മുൻ കേരള മുഖ്യമന്ത്രിയായ ഇ കെ നായനാരുടെ പേരിൽ മ്യൂസിയം നിലവിൽ വന്നത്, അതായത് ഇ കെ നായനാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ബർണശ്ശേരിയിലാണ്. മുൻ കേരള മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പേരിൽ മ്യൂസിയം നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ ബർണശ്ശേരിയിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമീണ മണ്ണ് മ്യൂസിയം ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കതിരൂരാണ്. കേരള സംസ്ഥാനത്തിലെ ആദ്യ ഗ്രാമീണ മണ്ണ് മ്യൂസിയം ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കതിരൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഗ്രാമമാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം. ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഗ്രാമമാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം. കേരളത്തിൽ മാംഗോ പാർക്ക് നിലവിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലെ കുറ്റിയാട്ടൂരാണ്. മാംഗോ പാർക്ക് നിലവിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലെ കുറ്റിയാട്ടൂരാണ്. ഇ കെ നായനാർ മ്യൂസിയം ബർണശ്ശേരിയിലാണ്. ഗ്രാമീണ മണ്ണ് മ്യൂസിയം കതിരൂരാണ്. നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച ഗ്രാമം കണ്ണപുരമാണ്. അതുപോലെ മാംഗോ പാർക്ക് നിലവിൽ വരുന്നത് കുറ്റിയാട്ടൂരാണ്. മാംഗോ പാർക്ക് കുറ്റിയാട്ടൂരാണ്. അതുപോലെ ഹെർമൻ ഗുണ്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. നമുക്കറിയാം, മലബാറിലെ ജനങ്ങളുടെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട മിഷനറിയാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. മലബാറിലെ ജനങ്ങളുടെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട മിഷനറിയാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ബാസൽ മിഷന്റെ പ്രവർത്തകനായി ജർമ്മനിയിൽ നിന്നും മലബാറിലെത്തിയ വ്യക്തിയാണ് ഹെർമൻ ഗുണ്ടട്ട്. ഹെർമൻ ഗുണ്ടട്ടാണ് കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം പുറത്തിറക്കുന്നത് 1747. അത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിലുള്ള ഗുണ്ടർട്ട് പ്രസ്സിൽ നിന്നാണ് പുറത്തിറക്കുന്നത്. അതേ വർഷം തന്നെ അദ്ദേഹം പശ്ചിമോദയം എന്നൊരു മാസികയും പുറത്തിറക്കുന്നുണ്ട് 1747. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ ഹെർമൻ ഗുണ്ടട്ട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? തലശ്ശേരിയിലാണ്. അടുത്തത്, കേരളത്തിൽ ഇന്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ്. കേരളത്തിൽ ഇന്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ്. അതുപോലെ സമ്പൂർണ്ണ ഹരിത കമ്പ്യൂട്ടിംഗ് ലാബ് സംവിധാനം നിലവിൽ വന്ന സർവകലാശാലയാണ് കണ്ണൂർ സർവകലാശാല. സമ്പൂർണ്ണ ഹരിത കമ്പ്യൂട്ടിംഗ് ലാബ് സംവിധാനം നിലവിൽ വന്ന സർവകലാശാലയാണ് കണ്ണൂർ സർവകലാശാല. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആദ്യമായി എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ജില്ലയും കണ്ണൂരാണ്. നമുക്കറിയാം, കണ്ണൂർ എപ്പോഴും ഇലക്ഷൻ സംബന്ധിച്ച് ഒരു പ്രശ്നബാധിത പ്രദേശമായിട്ട് മുന്നേ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ പറയാറില്ല. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആദ്യമായി എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ജില്ലയാണ് കണ്ണൂർ. അതുപോലെ തന്നെ ഒരു കൈത്തറി മ്യൂസിയം കൂടി ഓർത്തു വച്ചേക്കുക. അതിന്റെ പേര് ഓടം എന്നാണ്. ഓടം എന്ന പേരിൽ കൈത്തറി മ്യൂസിയം സ്ഥാപിതമായത് കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്താണ്. ഓടം കൈത്തറി മ്യൂസിയം സ്ഥാപിതമായത് കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്താണ്. ഹരിത കമ്പ്യൂട്ടിംഗ് ലാബ് കണ്ണൂർ സർവകലാശാലയിലാണ്. അതുപോലെ എല്ലാ ബൂത്തുകളിലും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത് കണ്ണൂർ ജില്ലയിലാണ്. ഓടം കൈത്തറി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്താണ്. അടുത്തായി നമ്മൾ കാസർഗോഡ് ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം, ഔദ്യോഗികമായി വൃക്ഷം, മൃഗം, പക്ഷി, പുഷ്പം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ്. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും നമ്മളിപ്പോൾ എക്സാമിനേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓരോ ടോപ്പിക്കായിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടുവരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് ജില്ലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓരോ ഉദ്യോഗാർത്ഥിക്കും ഒരു വിജ്ഞാനം വേണം എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരം വീഡിയോ ചെയ്യുന്നത്. അതായത് ജില്ലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളിലേക്കും ഒരു ഓട്ടപ്രദക്ഷിണം, അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നമ്മൾ തുടങ്ങി ഇപ്പോൾ അവസാനിക്കുവാണ് കാസർഗോഡ് ജില്ലയിൽ.
അങ്ങനെ കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഏറ്റവും നല്ല ചോദ്യം ഇത് തന്നെയാണ്. അതായത് സ്വന്തമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി വൃക്ഷം, മൃഗം, പക്ഷി, പുഷ്പം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ്. നമുക്കറിയാം കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക മൃഗമായി പ്രഖ്യാപിച്ചത് പാലപ്പൂവൻ ആമയെയാണ്. പാലപ്പൂവൻ ആമ, കൃത്യമായി പറഞ്ഞാൽ പാലപ്പൂവൻ ശുദ്ധജല ആമയാണ്. കാസർഗോഡ് ജില്ലയിലെ ഔദ്യോഗിക മൃഗം പാലപ്പൂവൻ ആമയാണ്. അതായത് കാൻഡോസ് ജയന്റ് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ, അതായത് പാലപ്പൂവൻ ആമ. അതുപോലെ തന്നെ ഔദ്യോഗിക പുഷ്പം പെരിയ ബോളത്താളിയാണ്. ഔദ്യോഗിക പുഷ്പം പെരിയ ബോളത്താളിയാണ്. ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരമാണ്, പോയ്സൺ നട്ട് ട്രീ, അതായത് കാഞ്ഞിരമാണ്. ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്ത്. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക മൃഗം പാലപ്പൂവൻ ആമയാണ്. ഔദ്യോഗിക പുഷ്പം പെരിയ ബോളത്താളിയാണ്. ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരമാണ്. അതുപോലെ ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്താണ്. 2024 കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർഗോഡ് ജില്ലയാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ അംഗീകൃത ഡ്രോൺ പൈലറ്റിംഗ് പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ അംഗീകൃത ഡ്രോൺ പൈലറ്റിംഗ് പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നതും കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ ഡാറ്റ ലാബ് നിലവിൽ വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ആട് ഫാം സ്ഥാപിതമായത്, അതായത് ഗോട്ട് ഫാം സ്ഥാപിതമായത് കാസർഗോഡ് ജില്ലയിലെ ബദടുക്കയിലാണ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആട് ഫാം, അതായത് ഗോട്ട് ഫാം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ ബഡടുക്കയിലാണ്. ശ്രദ്ധിക്കുക, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ആട് ഫാം സ്ഥാപിതമായത് കാസർഗോഡ് ജില്ലയിലെ ബഡടുക്കയിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ആട് ഫാം സ്ഥാപിതമായത് കാസർഗോഡ് ജില്ലയിലെ ബഡടുക്കയിലാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് സ്ഥാപിതമായത് കാസർഗോഡ് ജില്ലയിലെ അമ്പലത്തറയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് സ്ഥാപിതമായത് കാസർഗോഡ് ജില്ലയിലെ അമ്പലത്തറയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയും കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയും കാസർഗോഡ് ജില്ലയാണെന്നുള്ള വസ്തുത നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. അതുപോലെ മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയതും കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. 2024 മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല ഏതെന്ന് ചോദിച്ചാലും കാസർഗോഡ് ജില്ലയാണ്. മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല ഏതാണ്? അതും കാസർഗോഡാണ്. അതുപോലെ കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് പബിയ എന്ന മുതലയെക്കുറിച്ച്. പബിയ എന്ന മുതല 2022 ഒക്ടോബറിൽ മരണപ്പെട്ട ലോകത്തിലെ ഒരേ ഒരു സസ്യബുക്കായ മുതല എന്ന് പറയപ്പെടുന്ന മുതലയാണ് പബിയ. അത് കാസർഗോഡ് കുമ്പളയിലുള്ള അനന്തപുരം ക്ഷേത്രത്തിലെ മുതലയായിരുന്നു. 2022 ഒക്ടോബർ മാസം അന്തരിച്ച കാസർഗോഡ് കുമ്പളയിലുള്ള അനന്തപുരം ക്ഷേത്രത്തിലെ മുതലയായിരുന്നു ബബിയ. ബബിയ മുതലയുടെ പ്രത്യേകത ലോകത്തിലെ സസ്യബുക്കായ ഒരേ ഒരു മുതലയായിരുന്നു. കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് കുമ്പളയിൽ സ്ഥിതി ചെയ്യുന്ന അനന്തപുരം കായൽ ക്ഷേത്രം. അനന്തപുരം കായൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലാണെന്നുള്ള വസ്തുത കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇതോടുകൂടി നമ്മൾ ജില്ലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വസ്തുതകളും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കവർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് എല്ലാം പഠിച്ചു വെച്ചേക്കുക.